വെൽക്കം ബാക്ക്. സൈക്കോളജിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഓഡിയോ വീഡിയോ ക്ലിയർ ആണോ? അതെ, ക്ലിയർ ആണ്. ക്ലിയർ ആണ്. ഓക്കെ. അപ്പൊ ഇന്ന് നമ്മള് പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്റലക്ച്വൽ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട തിയറീസിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ആദ്യം പറഞ്ഞു എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യാം. ചെറുതുണ്ട്, എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യാം മൈക്ക്. ഗുളിക ഉണ്ട് അതിന്. അപ്പൊ ഗുളിക കഴിച്ചു കഴിയുമ്പോ കംപ്ലീറ്റ് വേദന മാറും. അതെ, അതിപ്പോ എന്തിട്ട് ചെയ്യാ? തന്നെ പോവോ സ്റ്റിച്ച്? എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്യാം, നമുക്ക് അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് കേൾക്കാനായിട്ട്. എന്നിട്ട് വേറെ പല്ല് വയ്ക്കോ? ഓക്കെ. സോ നമ്മൾ ആദ്യമേ പറഞ്ഞു, അഡോളസെന്റ് സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് 10 മാർക്കാണ് നമുക്കുള്ളത്. അപ്പൊ അതിൽ നമ്മൾ ആദ്യത്തെ 2 പോർഷൻസ്, അതായത് അഡോളസെൻസ്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, പിന്നെ അതുമായി ബന്ധപ്പെട്ട ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അടുത്തതായിട്ട് വരുന്നതാണ് ഡെവലപ്മെന്റൽ തിയറീസ്. വേറെ ആരോ സംസാരിക്കുന്നുണ്ട്, ക്ലിയർ അല്ല, കേൾക്കാൻ പറ്റുന്നില്ല. എല്ലാവരും മ്യൂട്ട് ചെയ്യണം. ആരാ മ്യൂട്ട് ചെയ്യാത്തതെന്ന് ഇതിൽ എനിക്ക് കാണാൻ പറ്റില്ല, അത്രയും പേരുള്ളത് കൊണ്ട്. മ്യൂട്ട് ചെയ്യാത്ത ഓക്കെ. അപ്പൊ അതിൽ നമ്മൾ ഡെവലപ്മെന്റൽ തിയറീസിൽ പ്രധാനമായിട്ടും നമുക്ക് ചോദിക്കുന്ന, ഇതിൽ നമ്മുടെ സിലബസിലുള്ള ഡെവലപ്മെന്റൽ തിയറി എന്ന് പറയുന്നത് പിയാഷയുടെ, ബ്രൂണറിന്റെ, ഫ്രോയിഡിന്റെയും എറിക്സൺ ആൻഡ് കോൾബർഗ്, ഇത്രയും പേരുടെ തിയറീസ് ആണ് ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള തിയറീസ് നമുക്ക് പഠിക്കാനുള്ളത്. അതും നമുക്ക് സ്പെഷ്യൽ റെഫറൻസ് ടു അഡോളസൻസുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ തിയറീസിന്റെ എല്ലാം ഒരു പ്രാധാന്യം നമ്മളോട് ചോദിക്കുക. പക്ഷെ അതുമായി ബന്ധപ്പെട്ട, ആ തിയറിയുമായി ബന്ധപ്പെട്ട് എന്ത് ചോദ്യങ്ങൾ വന്നാലും നമുക്ക് ആൻസർ ചെയ്യാൻ രീതിയിൽ നമ്മൾ ആ തിയറികൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇന്ന് നമ്മൾ ആദ്യത്തെ പിയാഷയുമായി ബന്ധപ്പെട്ട ഡെവലപ്മെന്റൽ തിയറിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇതാണ് പിയാഷയെ പറ്റിയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല. പക്ഷേ പിയാഷയുടെ ഡെവലപ്മെന്റൽ തിയറി ഇന്റലക്ച്വൽ ഡെവലപ്മെന്റൽ തിയറിയാണ്, അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റൽ തിയറിയാണ് പിയാഷെ ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി കോഗ്നിറ്റീവ് ഡെവലപ്മെന്റൽ തിയറിയുമായി ബന്ധപ്പെട്ട് കോഗ്നിറ്റീവ് സ്ട്രക്ചറിനെ കുറിച്ച് പിയാഷെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. എന്താണ് കോഗ്നിറ്റീവ് സ്ട്രക്ചർ എന്ന് ഉദ്ദേശിക്കുന്നത്? അതായത് എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ഭൗതിക ഘടന എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ പറ്റിയിട്ട്, അതുപോലെ തന്നെ കോഗ്നിറ്റീവ് ഫങ്ഷനിങ്, എന്തൊക്കെയായിരിക്കും നമ്മുടെ ബ്രെയിനിന്റെ ഉള്ളിൽ, എങ്ങനെയാണ് അത് ഫങ്ഷൻ ചെയ്യുന്നത്, എങ്ങനെയാണ് ബ്രെയിനിന്റെ ഉള്ളിൽ അത് സ്ട്രക്ചർ ചെയ്യുന്നത്, അതായത് എങ്ങനെയാണ് ഒരു കാര്യത്തെക്കുറിച്ച് ഒരു വ്യക്തി പഠിക്കുന്നത്, അപ്പൊ എങ്ങനെയായിരിക്കും അതിന്റെ ഒരു സ്ട്രക്ചർ, അതിന്റെ ഒരു ഫങ്ഷനിങ് എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ പറ്റിയിട്ട് പിയാഷെ എക്സ്പ്ലെയിൻ ചെയ്തു. അതിൽ ഒന്നാമത്തെ കോഗ്നിറ്റീവ് സ്ട്രക്ചറിനെ പറ്റിയിട്ട് പ്രധാനമായിട്ടും എക്സ്പ്ലെയിൻ ചെയ്ത ഒന്നാണ് ഹ്യൂമൻ മൈൻഡിന്റെ, അതായത് ഹ്യൂമൻ മൈൻഡിന്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള സ്ട്രക്ചറൽ യൂണിറ്റ് എന്താണ് എന്നുള്ളത് പിയാഷെ എക്സ്പ്ലെയിൻ ചെയ്തു. അതിനെ പിയാഷെ വിളിച്ച പേരാണ് സ്കീമ എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു കെട്ടിടം പണിയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് പണിയുകയാണെങ്കിൽ, നമ്മൾ അതൊരു ഇഷ്ടിക വെച്ചിട്ടായിരിക്കും പണിയുക, അല്ലെങ്കിൽ ചിലപ്പോൾ ചിലർ വെട്ടുകല്ല് വെച്ചിട്ട് പണിയും, അല്ലെങ്കിൽ കല്ലുകൾ വെച്ചിട്ട് പണിയും. അപ്പൊ എന്ത് വെച്ചിട്ടും നമുക്ക് ഒരു ബിൽഡിംഗ് പണിയാൻ പറ്റും. ഇതുപോലെ ഹ്യൂമൻ മൈൻഡ് എന്ത് വെച്ചിട്ടാണ് പണിതിട്ടുള്ളത് എന്ന് പിയാഷെ എക്സ്പ്ലെയിൻ ചെയ്തതാണ് സ്കീമ എന്ന് പറയുന്നത്. അതായത് അതൊരു ചെറിയ കഷ്ണം, ഒരു ഫോൾഡർ ആയിട്ടോ, അല്ലെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടറിലാണെങ്കിൽ കാര്യങ്ങൾ സ്റ്റോർ ചെയ്യുന്നത് ഓരോ ഫോൾഡറുകളിലായിട്ടാണ്. അപ്പൊ ഹ്യൂമൻ മൈൻഡിൽ ഇതുപോലെ ഓരോ ചെറിയ സ്കീമകൾ ഉണ്ടാവും. അതാണ് നമ്മുടെ ബ്രെയിനിന്റെ സ്ട്രക്ചറൽ യൂണിറ്റ് ആയിട്ട് പിയാഷെ എക്സ്പ്ലെയിൻ ചെയ്തത്. ഈ സ്കീമ വളരുന്നതിനനുസരിച്ച്, അല്ലെങ്കിൽ സ്കീമയുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച്, അതിന്റെ ഡെപ്തും ബ്രെഡ്ത്തും ഒക്കെ കൂടുന്നതിനനുസരിച്ച്, അതിന്റെ ആഴം കൂടുന്നതിനനുസരിച്ചിട്ടാണ് ഒരു വ്യക്തിയുടെ
പഠനം പുരോഗമിക്കുന്നത് അല്ലെങ്കിൽ ഡെവലപ്മെന്റ് മുന്നോട്ട് പോകുന്നത്, കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് വർദ്ധിക്കുന്നത് എന്നൊക്കെയാണ് പിയാഷെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ സ്കീമയുടെ എൻലാർജ്മെന്റ് അല്ലെങ്കിൽ സ്കീമയുടെ വളർച്ചയാണ് കൂടുതൽ മെന്റൽ റെപ്രസെന്റേഷനിലേക്കും കൂടുതൽ ഭൗതികമായിട്ടുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റി പഠിക്കാനും കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലം സോൾവിങ്ങിലേക്ക്, അങ്ങനെ ഭൗതിക ഘടനയുടെ ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഒരു വ്യക്തിയെ നയിക്കുന്നതും ഈ സ്കീമയാണ് എന്നാണ് പിയാഷെ പറഞ്ഞു വെക്കുന്നത്. നമ്മൾ പറഞ്ഞത് കൊഗ്നിറ്റീവ് സ്ട്രക്ചറിന്റെ അടിസ്ഥാന യൂണിറ്റ് ആണ് സ്കീമ. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചോദ്യങ്ങൾ വരാവുന്നത് സ്കീമയെ പറ്റിയിട്ട് സ്കീമ എന്നുള്ള കോൺസെപ്റ്റ് ആരുടെയാണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ സ്കീമയെ പറ്റിയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ഇത് എന്തിനെ കുറിച്ചാണെന്ന് ചോദിക്കാം. അപ്പൊ അതെല്ലാം നമുക്ക്, അല്ലെങ്കിൽ ഒരു സ്കീമയെ പറ്റിയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് തന്നാല് അത് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് പറയാൻ പറ്റണം. അപ്പൊ ഇതെല്ലാമാണ് സ്കീമ എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു കൊഗ്നിറ്റീവ് സ്ട്രക്ചർ ആണ് സ്കീമ. സ്കീമയാണ് നമ്മുടെ ഹ്യൂമൻ മൈൻഡ് സ്കീമ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. സ്കീമയുടെ എൻലാർജ്മെന്റ് ആണ് കോംപ്ലക്സ് ആയിട്ടുള്ള മെന്റൽ റെപ്രസെന്റേഷൻ ഒരു വ്യക്തിയെ സഹായിക്കുന്നതെന്ന് പറഞ്ഞു. എന്റെ മൈക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഉള്ളില് എന്താണ് സംഭവിക്കുന്നത്? സ്കീമയുടെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നത്? അതാണ് കൊഗ്നിറ്റീവ് ഫങ്ഷനിങ് എന്നുള്ളത് കൊണ്ട് പിയാഷെ ഉദ്ദേശിച്ചത്. കൊഗ്നിറ്റീവ് ഫങ്ഷനിങ്, അതായത് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ്, എന്തൊക്കെ ഫങ്ഷൻസ് ആണ് ഈ സ്കീമയുടെ ഉള്ളിൽ നടക്കുന്നത്, എന്തൊക്കെ പ്രോസസ്സുകളാണ് ഈ സ്കീമയുടെ ഉള്ളിൽ നടക്കുന്നത്, അല്ലെങ്കിൽ ഈ സ്കീമകളെ എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. അതിന് 3 ആക്ടിവിറ്റീസ് ആണ്, അല്ലെങ്കിൽ 3 ഫങ്ഷൻസിലൂടെയാണ് അത് കടന്നു പോകുന്നത് എന്നാണ് പിയാഷെ പറഞ്ഞത്. പ്രധാനമായിട്ടും 2 ഫങ്ഷൻസ് ആണ്. ഇനി അതിന്റെ ഒരു അവസ്ഥയാണ് മൂന്നാമത്തെ ഒരു സ്റ്റേറ്റ് എന്നുള്ളത് പിയാഷെ പറയും. അപ്പൊ അതെന്താണെന്നാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അപ്പൊ 3 പിയാഷെ പറഞ്ഞത്: 1 അസിമിലേഷൻ, 2 അക്കോമഡേഷൻ, 3 ഈക്വിലിബ്രേഷൻ. അസിമിലേഷൻ, അക്കോമഡേഷൻ, ഈക്വിലിബ്രേഷൻ. ഈ 3 കാര്യങ്ങളും നമ്മൾ ക്ലിയർ ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് തന്നാല്, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ തന്നാല്, ഇത് അസിമിലേഷനുമായി ബന്ധപ്പെട്ട സിറ്റുവേഷൻ ആണോ, ഇത് അക്കോമഡേഷനുമായി ബന്ധപ്പെട്ട സിറ്റുവേഷൻ ആണോ എന്നുള്ളത് ക്ലാരിഫൈ ചെയ്യാൻ ചോദിച്ചാൽ നമുക്ക് അതിന് രണ്ടിനെയും വേർതിരിച്ചറിയാനായിട്ട് സാധിക്കണം. അപ്പൊ കോൺസെപ്റ്റുകൾ ക്ലിയർ ആയിരിക്കണം. എന്താണ് അസിമിലേഷൻ? അസിമിലേഷനെ പറ്റിയിട്ട് പിയാഷെ പറയുന്നത്, അസിമിലേഷൻ എന്ന് പറയുന്നത് സ്കീമയുടെ ഒരു ബിൽഡിംഗ് പ്രോസസ് ആണ്. അസിമിലേഷൻ എന്ന് പറയുന്നത് സ്കീമയുടെ ഉള്ളിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ഒരു പുതിയ ഒരു എക്സ്പീരിയൻസ് ഓൾറെഡി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു കൊഗ്നിറ്റീവ് സ്ട്രക്ചറിൽ നിന്നുകൊണ്ട് ആ പുതിയ എക്സ്പീരിയൻസിനെ നമ്മൾ കാണുന്നതിനെയാണ് അസിമിലേഷൻ എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഇപ്പോഴുള്ള നമ്മുടെ കൊഗ്നിറ്റീവ് സ്ട്രക്ചർ ഉണ്ട്, ആ സ്ട്രക്ചറിൽ നിന്നുകൊണ്ട് നമ്മൾ പുതിയൊരു ഇൻഫർമേഷനെ, പുതിയൊരു എക്സ്പീരിയൻസിനെ, പുതിയൊരു കാര്യത്തെ നമ്മൾ മനസ്സിലാക്കും. അതിനെയാണ് അസിമിലേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാം, പ്രൈമറി കളേഴ്സ് മാത്രം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു കുട്ടി, പ്രൈമറി കളേഴ്സ് മാത്രം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടി ഒരു പിങ്ക് ഷർട്ട് ഇട്ടിട്ടുള്ള ഒരു വ്യക്തിയെ കണ്ടു എന്ന് കരുതുക. അപ്പൊ കുട്ടിയുടെ എക്സിസ്റ്റിംഗ് കോഗ്നിറ്റീവ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അതിൽ പ്രൈമറി കളേഴ്സ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാല് കുട്ടിക്ക് പച്ച, ചുവപ്പ്, നീല. അപ്പൊ ഇത് ചുവപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കളറാണ്, ഒരു ഷെയ്ഡാണ് പിങ്ക്. അതുകൊണ്ട് തന്നെ കുട്ടി ഇതിനെ റെഡ് എന്ന് വിളിക്കുന്നു. അതായത് ഒരു റെഡ് ഷർട്ട് ഇട്ട ഒരാൾ അതാ പോകുന്നു എന്ന് പറയുന്നു. അല്ലെങ്കിൽ ചെറിയ കുട്ടികളാണെങ്കിൽ നമ്മൾ പറയുകയാണെങ്കിൽ പട്ടിയെ തിരിച്ചറിയാവുന്ന കുട്ടിയാണെങ്കിൽ ചിലപ്പോ പൂച്ചയെ കണ്ടാലും അതിനെ ചിലപ്പോ ഇത് പട്ടിയാണ് എന്ന് പറയും. അതായത് അസിമിലേഷൻ എന്ന് പറയുന്നത് എന്താണോ എനിക്കുള്ളത്, എന്റെ അറിവിൽ എന്താണോ ഉള്ളത്, എന്റെ കോഗ്നിറ്റീവ് സ്ട്രക്ചറിൽ എന്താണോ ഉള്ളത്, അത് വെച്ചിട്ട് ഞാൻ പുതിയൊരു കാര്യത്തെ, അല്ലെങ്കിൽ പുതിയൊരു ഇൻഫർമേഷനെ, പുതിയൊരു എക്സ്പീരിയൻസിനെ ഞാൻ അതിനെ വിലയിരുത്തുന്നു, അല്ലെങ്കിൽ അതിനെ പറ്റി ഞാൻ പറയുന്നു, അതിനെ ഞാൻ മനസ്സിലാക്കുന്നു. അതിനെയാണ് നമ്മൾ അസിമിലേഷൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് അക്കോമഡേഷൻ? അസിമിലേഷനും അക്കോമഡേഷനും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിരിക്കുക. എന്താണ് അക്കോമഡേഷൻ?
അക്കോമഡേഷൻ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, നമുക്ക് ഓൾറെഡി ഉള്ള സ്കീമ എന്താണോ ആ സ്കീമയിൽ നിന്നുകൊണ്ട് നമുക്ക് പുതിയൊരു എക്സ്പീരിയൻസിനെ, പുതിയൊരു കാര്യത്തെ മനസ്സിലാക്കാൻ സാധിക്കാതെ വരുന്നു. അപ്പൊ നമുക്ക് അവിടെ ഒരു സ്കീമയിൽ ഒരു ട്രാൻസ്ഫർമേഷൻ വേണം, അല്ലെങ്കിൽ ഒരു പുതിയ കാര്യം കൂടി അതിലേക്ക് ചേർത്ത് വെക്കണം. ഇതിനെയാണ് നമ്മൾ അക്കോമഡേഷൻ എന്ന് പറയുന്നത്. ഒരു മോഡിഫിക്കേഷൻ ഓഫ് സ്കീമയാണ് അവിടെ നടക്കുന്നത്. എന്തിനു വേണ്ടിയിട്ട്? പുതിയൊരു എൻവിയോൺമെന്റിലെ ഒരു പുതിയ ഒരു കാര്യത്തെ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നിലവിലുള്ള സ്കീം മതിയാകാതെ വരുന്നു. അതിൽ നമ്മളപ്പോ സ്കീമയിൽ ഒരു ചേഞ്ച് കൊണ്ടുവരുന്നു, ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരുന്നു. ഇതിനെയാണ് നമ്മൾ അക്കോമഡേഷൻ എന്ന് പറയുക. നേരത്തെ കണ്ട എക്സ്പീരിയൻസിൽ തന്നെയാണെങ്കിൽ എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യുക. സീന ടീച്ചർ. ഓക്കെ, നേരത്തെ കണ്ട എക്സാമ്പിളിൽ നമ്മൾ പറയുന്നു, നേരത്തെ കുട്ടിക്ക് പ്രൈമറി കളേഴ്സ് മാത്രമേ അറിയുള്ളൂ, അല്ലെങ്കിൽ പച്ചയും ചുവപ്പും നീലയും തിരിച്ചറിയാവുന്ന കുട്ടിയാണ്. ആ കുട്ടിക്ക് പിങ്ക് ഷർട്ട് കണ്ടപ്പോൾ തിരിച്ചറിയുന്നില്ല, അല്ലെങ്കിൽ പിങ്ക് ഷർട്ടിനെ റെഡ് ഷർട്ട് ആയിട്ടാണ് പറയുന്നത്. ഈ സമയത്ത് കുട്ടിയുടെ അമ്മ തിരുത്തി കൊടുക്കുന്നു, അത് റെഡ് ഷർട്ട് അല്ല മോനെ, അതാണ് പിങ്ക്, ഇതാണ് പിങ്ക് കളർ എന്ന് പറഞ്ഞു കൊടുക്കുന്നു. അപ്പൊ കുട്ടിക്ക് എന്ത് സംഭവിക്കുന്നു? കുട്ടിയുടെ നിലവിലുള്ള കൊഗ്നിറ്റീവ് സ്ട്രക്ചറിൽ പുതിയൊരു കാര്യം കൂടി ആഡ് ചെയ്യുന്നു, പുതിയൊരു ഇൻഫർമേഷനും കൂടി ആഡ് ചെയ്യുന്നു. അപ്പൊ നിലവിലുള്ള സ്കീമയിൽ ഒരു ചെറിയ മാറ്റം വരുന്നു. ഇതിനെയാണ് നമ്മൾ അക്കോമഡേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അസിമിലേഷനും അക്കോമഡേഷനും. അസിമിലേഷൻ എന്ന് പറയുന്നത് ഓൾറെഡി ഉള്ള സ്കീമയിൽ നിന്നും പുതിയൊരു കാര്യത്തിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, പുതിയൊരു കാര്യത്തിനെ മനസ്സിലാക്കുന്നതിനെയാണ് അസിമിലേഷൻ എന്ന് പറയുന്നത്. അക്കോമഡേഷൻ എന്ന് പറയുമ്പോൾ നിലവിലുള്ള സ്കീമയിൽ ഒരു ചെറിയ ട്രാൻസ്ഫർമേഷൻ വരുത്തുന്നു, അല്ലെങ്കിൽ ഒരു ചേഞ്ച് വരുത്തിക്കൊണ്ടാണ്, അതിലൊരു മോഡിഫിക്കേഷൻ വരുത്തിക്കൊണ്ടാണ് പുതിയൊരു എക്സ്പീരിയൻസിനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ അക്കോമഡേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് അസിമിലേഷനും അക്കോമഡേഷനും സ്കീമയും. ഇനി മൂന്നാമത്തെ ഒരു കോൺസെപ്റ്റ് ആണ് ഈക്വിലിബ്രേഷൻ. എന്താണ് ഈക്വിലിബ്രേഷൻ? ഈക്വിലിബ്രേഷൻ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, അസിമിലേഷന്റെയും അക്കോമഡേഷന്റെയും ഒരു ബാലൻസിനെയാണ് പിയാഷെ ഈക്വിലിബ്രേഷൻ എന്നുള്ളത് കൊണ്ട് വിശേഷിപ്പിച്ചത്. അതായത് ഒരു വ്യക്തിക്ക് പഠിക്കണമെങ്കിൽ, ഒരു വ്യക്തിയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് നടക്കണമെങ്കിൽ, ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് നടക്കണമെങ്കിൽ, കോഗ്നിറ്റീവ് ഫങ്ഷനിങ് നടക്കണമെങ്കിൽ, ഭൗതികമായിട്ടൊരു വ്യക്തിക്ക് ഉയരണമെങ്കിൽ എന്ത് വേണം? എപ്പോഴും അസിമിലേഷനും അക്കോമഡേഷനും തമ്മിൽ ഒരു ബാലൻസ് വേണം. ആ ബാലൻസ്ഡ് ആയിട്ടുള്ള അവസ്ഥയെയാണ് പിയാഷെ ഈക്വിലിബ്രേഷൻ എന്ന് വിളിച്ചത്. എങ്ങനെയാണ് ബാലൻസ് സംഭവിക്കുന്നത്? അസിമിലേഷൻ, പുതിയൊരു കാര്യത്തെ നിലവിലുള്ള അറിവ് വെച്ച് ആ കുട്ടിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കാതെ വരുമ്പോൾ കുട്ടിയുടെ മനസ്സിൽ സ്വാഭാവികമായിട്ടും സംശയങ്ങൾ ഉയരും. അപ്പൊ ആ സംശയമുള്ള ഒരു സ്റ്റേറ്റിൽ നിന്നും പുതിയൊരു ഇൻഫർമേഷനെയും കൂടി സ്വീകരിച്ച് ആ കാര്യത്തെക്കുറിച്ച് ഒരു പക്ഷെ ലാപ്ടോപ്പില് നെറ്റിൽ സെർച്ച് ചെയ്തുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അറിയുന്ന ഒരാളോട് ചോദിച്ചുകൊണ്ടായിരിക്കാം, ആ ഒരു സംശയത്തെ മാറ്റി, ആ സംശയത്തെ ദൂരീകരിക്കുന്നു, അല്ലെങ്കിൽ ആ സംശയത്തിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്നു. ആ ഒരു സിറ്റുവേഷനെയാണ് ഈക്വിലിബ്രേഷൻ എന്ന് പിയാഷെ എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പൊ പിയാഷയുടെ മൂന്ന് കൊഗ്നിറ്റീവ് ഫങ്ഷനിങ്ങിലെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകളാണ് അസിമിലേഷൻ, അക്കോമഡേഷൻ, ഈക്വിലിബ്രേഷൻ. ഇനി ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ക്ലിയർ ആണ്. ഓക്കെ, ഇനി നമ്മള് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റിന്റെ പ്രധാനപ്പെട്ട സ്റ്റേജുകളിലേക്ക് കടക്കുകയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഏരിയയാണ്, ഇതിൽ നിന്നും ചോദ്യങ്ങൾ ചോദിക്കാം. പിയാഷയുടെ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട സ്റ്റേജസ് ഓഫ് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ്. ഒരു വ്യക്തിയുടെ
ഇന്റലിജൻസ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത് ഓരോ കാലഘട്ടത്തിലും ഓരോ പ്രായത്തിനനുസരിച്ച് ഒരു പ്രായത്തിൽ എന്തൊക്കെയായിരിക്കും അവരുടെ പ്രത്യേകതകൾ, അവരുടെ ബൗദ്ധികമായിട്ടുള്ള ചില പ്രത്യേകതകൾ എന്തൊക്കെയായിരിക്കും, എങ്ങനെയാണ് അതിന്റെ ഒരു മുന്നോട്ടുള്ള പോക്ക് എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ പിയാഷെ എക്സ്പ്ലെയിൻ ചെയ്തതാണ് സ്റ്റേജസ് ഓഫ് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റിലൂടെ. ഇതിൽ പ്രധാനമായിട്ടും 4 സ്റ്റേജുകളാണ് പിയാഷെ എക്സ്പ്ലെയിൻ ചെയ്തത്. 4 സ്റ്റേജുകൾ. ഒരുപക്ഷെ നിങ്ങൾ ഇതൊക്കെ BEd പഠിച്ചതായിരിക്കും, എങ്കിൽ ഇതൊരു റിവിഷൻ പോലെ കണക്കാക്കാം. സ്റ്റേജസ് ഓഫ് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് 4 സ്റ്റേജുകളാണ് ഉള്ളത്. ഒന്നാമത്തെ സ്റ്റേജ് ആണ് സെൻസറി മോട്ടോർ സ്റ്റേജ്. സെൻസറി മോട്ടോർ സ്റ്റേജ് ഇത് ജനനം മുതൽ 2 വയസ്സ് വരെയാണ് സെൻസറി മോട്ടോർ സ്റ്റേജ് ആയിട്ട് കണക്കാക്കുന്നത്. രണ്ടാമത്തെ സ്റ്റേജ് ആണ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, 2 വയസ്സ് മുതൽ 7 വയസ്സ് വരെ. മൂന്നാമത്തെ സ്റ്റേജ് ആണ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, അത് 7 വയസ്സ് മുതൽ 11 വയസ്സ് വരെ. ഇനി 4ാമത്തെ സ്റ്റേജ് ആണ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്, അത് 12 വയസ്സ് മുതൽ 15 വയസ്സ് വരെ. അപ്പൊ ഇങ്ങനെ 4 സ്റ്റേജുകളായിട്ടാണ് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റിനെ പിയാഷെ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇനി ഓരോ സ്റ്റേജിലെയും പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഓരോ സ്റ്റേജിലും ആ പ്രായത്തിനനുസരിച്ച് എന്തൊക്കെയാണ് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റിന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ, അല്ലെങ്കിൽ എന്തൊക്കെയായിരിക്കും ആ പ്രായത്തിൽ അവർ കാണിക്കുന്ന പ്രത്യേകതകൾ എന്നുള്ളതിനെ ആസ്പദമാക്കിയിട്ട് പിയാഷെ ഈ സ്റ്റേജുകളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പൊ നമ്മൾ ഓരോ സ്റ്റേജിനെ പറ്റിയിട്ടും ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാൻ പോവുകയാണ്. അപ്പൊ ഇതിൽ ഓരോ സ്റ്റേജിലും ഒരു സിറ്റുവേഷൻ തന്നിട്ട് ഇത് ഏത് സ്റ്റേജുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ചോദിച്ചാൽ 4 ഓപ്ഷൻ തന്നു കഴിഞ്ഞാൽ അതിൽ നിന്നും നമുക്ക് തിരഞ്ഞെടുത്ത് എഴുതാൻ സാധിക്കണം. അല്ലെങ്കിൽ ഇന്ന ഒരു പ്രത്യേകത ഏത് സ്റ്റേജിലെയാണ് എന്ന് ചോദിച്ചാൽ അത് മനസ്സിലാക്കി എഴുതാൻ പറ്റണം. അപ്പൊ ഈ 4 സ്റ്റേജുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോൺസെപ്റ്റുകൾ ക്ലിയർ ആണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഏത് ചോദ്യം വന്നാലും നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഒന്നാമത്തെ സ്റ്റേജ് സെൻസറി മോട്ടോർ സ്റ്റേജ്. സെൻസറി മോട്ടോർ സ്റ്റേജ് ഇതിൽ പേര് പറയുന്നത് പോലെ തന്നെ ഈ പ്രായത്തിൽ കുട്ടികൾ കാര്യങ്ങളെ മനസ്സിലാക്കുന്നത് ഒന്ന് അവരുടെ സെൻസ് ഓർഗൻ ഉപയോഗിച്ച്, മറ്റൊന്ന് അവരുടെ മോട്ടോർ ആക്ടിവിറ്റീസ് ഉപയോഗിച്ച്. അതുകൊണ്ടാണ് ഈ സ്റ്റേജിന് സെൻസറി മോട്ടോർ സ്റ്റേജ് എന്ന് പിയാഷെ വിളിച്ചത്. അവരുടെ സെൻസ് ഓർഗൻസ് ഉപയോഗിച്ച്, അവരുടെ കണ്ണുപയോഗിച്ച്, ഒരുപക്ഷെ അവരുടെ വായു ഉപയോഗിച്ച്, അവരുടെ ടേസ്റ്റ് ചെയ്യുന്ന സ്കിൽ ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ അവരുടെ സ്കിൻ, അവരുടെ സ്പർശനം ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ അത്തരത്തില് അവരുടെ സെൻസറി ഓർഗൻസ് ഉപയോഗിച്ചിട്ട്, അതുപോലെ തന്നെ അവരുടെ മോട്ടോർ ആക്ടിവിറ്റീസ് ഒന്നുകിൽ നീന്തുക, അല്ലെങ്കിൽ കൈയും കാലും എടുത്ത് എന്തെങ്കിലും മോട്ടോർ ആക്ടിവിറ്റീസിൽ ഉൾപ്പെട്ടിട്ട്, ഇങ്ങനെയൊക്കെ ആയിരിക്കും. കൈ എടുത്തൊരു സാധനം എടുത്തുകൊണ്ട് അതിനെ തിരിച്ചു മറിച്ചു നോക്കിക്കൊണ്ട്, അങ്ങനെയൊക്കെ സെൻസറി ആക്ടിവിറ്റീസും അതുപോലെ മോട്ടോർ ആക്ടിവിറ്റീസ് ഉപയോഗിച്ചിട്ടായിരിക്കും ഈ സ്റ്റേജിൽ കുട്ടികൾ കാര്യങ്ങളെ പറ്റിയിട്ട് മനസ്സിലാക്കുന്നതും കാര്യങ്ങളെ ഗ്രഹിക്കുന്നതും. അതുകൊണ്ടാണ് ഇതിന് സെൻസറി മോട്ടോർ സ്റ്റേജ് എന്ന് പിയാഷെ വിളിച്ചത്. ഇനി ഇതിലെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത് ഇതിൽ പറയുക പ്രൈമറി സർക്കുലാർ റിയാക്ഷൻസ്, അതായത് 1 മുതൽ 4 വരെ മാസങ്ങളിൽ, ആദ്യത്തെ 4 മാസങ്ങളിൽ കുട്ടികൾ കൂടുതലും അവരുടെ ഒരു ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് നടക്കുന്നത് ആ സമയത്തെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയായിട്ട് പിയാഷെ പറയുന്നതാണ് പ്രൈമറി സർക്കുലാർ റിയാക്ഷൻസ്. പ്രൈമറി സർക്കുലാർ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, പ്രൈമറി എന്ന് പറഞ്ഞാല് ആക്ടിവിറ്റീസ് ദാറ്റ് ആർ കൺസേൺഡ് വിത്ത് വൺസ് ഓൺ ബോഡി. ഒരു കുട്ടിയാണെങ്കിൽ കുട്ടി സ്വന്തം ശരീരം ഉപയോഗിച്ച്, സ്വന്തം ബോഡി ഉപയോഗിച്ച് കുട്ടി കാര്യങ്ങളെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നു. അതിനെയാണ് പ്രൈമറി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഇനി സർക്കുലാർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കുട്ടി ഈ ആക്ടിവിറ്റീസ് എപ്പോ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു, റിപ്പീറ്റഡ് ആയിട്ട് ഒരു ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനെയാണ് സർക്കുലാർ എന്നുള്ള വാക്കുകൊണ്ട് പിയാഷെ ഉദ്ദേശിച്ചത്. അപ്പൊ പ്രൈമറി സർക്കുലാർ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്, റിയാക്ഷൻ എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ സ്വന്തം ശരീരം ഉപയോഗിച്ച് ഒരു ആക്ടിവിറ്റി പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ഒരു കാര്യത്തെ പറ്റിയിട്ട് മനസ്സിലാക്കുന്നു, ഒരു കാര്യത്തെ പറ്റിയിട്ട് അറിവ് നേടുന്നു. അതിനെയാണ്
പ്രൈമറി സർക്കുലർ ആക്ടിവിറ്റി റിയാക്ഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, കുട്ടി അവിചാരിതമായിട്ട് കുട്ടിയുടെ കൈ വായിലിടുന്നു. അപ്പൊ കുട്ടിക്ക് മനസ്സിലാക്കുന്നു അത് കുറച്ചും കൂടി ഒരു പ്ലഷറബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് മനസ്സിലാക്കി വീണ്ടും വീണ്ടും കുട്ടി അതേപോലെ തന്നെ കൈ വായിലിട്ട് കൈവിരലോ കൈവിരലുകൾ വായയിലിട്ട് കുട്ടി അതിനെ ചപ്പുന്നു അല്ലെങ്കിൽ സക്ക് ചെയ്യുന്നു. ഈ ഒരു ആക്ടിവിറ്റി അത് വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് കുട്ടി ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ പ്രൈമറി സർക്കുലർ റിയാക്ഷൻ എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. അതായത് ഒരു കുട്ടി ചെയ്യുമ്പോൾ അത് സ്വന്തം ബോഡിയിലെ ഏതെങ്കിലും ഒരു അല്ലെങ്കിൽ സ്വന്തം ശരീരവുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും, മറ്റൊന്ന് അത് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഇത്തരം പല ആക്ടിവിറ്റീസിലൂടെയും കുട്ടികൾ പല കാര്യങ്ങളും പഠിക്കുന്നുണ്ട്, പല ബിഹേവിയേഴ്സും അവർ ചെയ്യാൻ പഠിക്കുന്നു, പല കാര്യങ്ങളിലേക്കും അവര് മുന്നോട്ട് ഒരു കാര്യം ചെയ്യാനായിട്ട്, ഒരു കാര്യം പെർഫോം ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ നേടിയെടുക്കുന്നത് ഇത്തരത്തിലുള്ള പ്രൈമറി സർക്കുലർ റിയാക്ഷൻസിന്റെ ഒരു ചെയിനിലൂടെയാണ്. അല്ലെങ്കിൽ പ്രൈമറി സർക്കുലർ റിയാക്ഷൻസിന്റെ ഒരു റിപ്പീറ്റഡ് ആയിട്ടുള്ള പല പ്രൈമറി സർക്കുലർ റിയാക്ഷൻസും ചേർന്നിട്ടാണ് കുട്ടികൾ ഇത്തരത്തിൽ ഒരു ബിഹേവിയർ അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ അവർ നേടിയെടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു കഴിവ് അവർ നേടിയെടുക്കുന്നത് ഈ പ്രൈമറി സർക്കുലർ റിയാക്ഷൻസിലൂടെയാണ്. അപ്പൊ പ്രൈമറി സർക്കുലർ റിയാക്ഷൻ സെൻസറി മോട്ടോർ സ്റ്റേജിലെ ഒരു പ്രധാനപ്പെട്ട ആക്ടിവിറ്റിയാണ്. ഇനി രണ്ടാമത് പറയുന്നതാണ് സെക്കൻഡറി സർക്കുലർ റിയാക്ഷൻ. ആദ്യം കുട്ടി സ്വന്തമായി കിടന്നു കൈകൾ വായിലിടുന്നു, അത് വീണ്ടും വീണ്ടും ആ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നു. രണ്ടാമതായിട്ട് സെക്കൻഡറി സർക്കുലർ റിയാക്ഷൻസ്, അതായത് 4 മുതൽ 8 മാസം ആകുമ്പോഴേക്കും കുട്ടി ചുറ്റുപാടുള്ള വേൾഡുമായിട്ട്, ചുറ്റുപാടുള്ള എൻവയോൺമെന്റുമായിട്ട് കുറച്ചുകൂടി മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ കണക്റ്റഡ് ആവുന്നു. ഈ സമയത്ത് കുട്ടിയുടെ കയ്യിൽ കളിക്കാനായിട്ട് ഒരു കളിക്കോപ്പ് കൊടുക്കും, അല്ലെങ്കിൽ കിലുക്കം കൊടുക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കളിക്കാനുള്ള എന്ത് വസ്തു കൊടുത്താലും ഈ കുട്ടി അത് കയ്യിൽ പിടിക്കുന്നു. അപ്പൊ അതിന് എന്തെങ്കിലും ഒരു സൗണ്ട് ഉണ്ടാവുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ശബ്ദം അതിൽ നിന്ന് വരുന്നു, അല്ലെങ്കിൽ കിലുക്കുമ്പോ ഒരു ശബ്ദങ്ങൾ വരുന്നു. ആ കുട്ടിക്ക് മനസ്സിലാവുകയാണ് എന്റെ പ്രവൃത്തി എന്റെ ചുറ്റുപാടുമുള്ള എൻവയോൺമെന്റിൽ എന്തോ ഒരു ചേഞ്ച് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അത് വീണ്ടും വീണ്ടും ആ ഒരു ആക്ടിവിറ്റി കുട്ടി വീണ്ടും വീണ്ടും ചെയ്യുന്നു. ഇതിനെയാണ് സെക്കൻഡറി സർക്കുലർ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഒരു കാലെടുത്ത് ചിലപ്പോൾ ചില ടോയ്സ് ആണെങ്കിൽ അത് അതിലേക്ക് ഒരു ചവിട്ട് കൊടുക്കുമ്പോൾ അതിൽ ശബ്ദം വരുന്നു. അപ്പൊ വീണ്ടും വേണമെങ്കിൽ കുട്ടി അത് തന്നെ ചെയ്യാനായിട്ട് നോക്കുന്നു. കിലുക്കം കിലുക്കുമ്പോൾ അതിൽ ശബ്ദം കേൾക്കുന്നു, വീണ്ടും കുട്ടികൾ കിലുക്കാനായിട്ട് നോക്കുന്നു. ഇതാണ് സെക്കൻഡറി സർക്കുലർ റിയാക്ഷൻ എന്ന് പറയുന്നത്. പ്രൈമറി എന്ന് പറഞ്ഞപ്പോൾ കുട്ടി സ്വന്തം ശരീരം ഉപയോഗിച്ചിട്ടാണ് ഒരു ആക്ടിവിറ്റി റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തതെങ്കിൽ, സെക്കൻഡറി സർക്കുലർ റിയാക്ഷനിൽ കുട്ടി ചുറ്റുപാടുമുള്ള എന്തെങ്കിലും ഒരു വസ്തു, ആ വസ്തുവുമായി കണക്റ്റഡ് ആയിട്ട് ആ ഒരു ആക്ടിവിറ്റി റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്നു. ഒരു വസ്തുവിനെ കൂടി കുട്ടിയുടെ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് കൊണ്ടുവരുന്നു. അതിനെയാണ് നമ്മൾ സെക്കൻഡറി സർക്കുലർ റിയാക്ഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുക. ഇനി മൂന്നാമതായിട്ട് അവരിൽ സംഭവിക്കുന്ന മറ്റൊരു കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആണ് അവരുടെ സ്കീമയെ ഓർഗനൈസ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അതിനെ കോർഡിനേറ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി. അതായത് 8 മുതൽ 12 വരെ മാസം ആകുമ്പോഴേക്കും കുട്ടികൾക്ക് ഒരു ചെറിയ ഗോള്, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഒരു ടോയ് അവർ എടുക്കാൻ പോവുകയാണെങ്കിൽ അതിന് ചുറ്റുപാടും മറ്റ് എന്തെങ്കിലും ഒബ്സ്റ്റക്കിൾസോ തടസ്സങ്ങളോ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ മാറ്റി നീന്തി പോയി, അല്ലെങ്കിൽ ക്രോൾ ചെയ്ത് എഴഞ്ഞു പോയി ആ ഒരു ടോയ് എടുക്കാനായിട്ട് അവർക്ക് സാധിക്കും. അതായത് ഒരു ഗോൾ വെച്ചിട്ട് ആ ഗോളിനെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട്, എനിക്കിപ്പോ ആ ടോയ് വേണം എന്നുണ്ടെങ്കിൽ അതെനിക്ക് വേണം ഇനി എന്ന് വിചാരിച്ചിട്ട് അതിന് വേണ്ടിയിട്ട് ക്രോൾ ചെയ്യുക, അതിന് വേണ്ടിയിട്ട് ഇഴഞ്ഞു നീങ്ങി ആ ടോയ് എടുത്തുകൊണ്ട് വരിക, അത്രയും കാര്യങ്ങൾ ആ കുട്ടി അവിടെ ചെയ്യുകയാണ്. അപ്പൊ ഒരുപാട് ഇന്റലക്ച്വൽ പല സ്കീമുകളെ അവിടെ കോർഡിനേറ്റ് ചെയ്യേണ്ടതായിട്ട് വരികയാണ്. അപ്പൊ ഇവിടെ കുട്ടിക്ക് ഇത്തരത്തിൽ പല സ്കീമുകളെയും നീന്തണം, കൈ അങ്ങോട്ട് നീക്കണം, കൈ ഇങ്ങോട്ട് നീക്കണം, തല ഇങ്ങോട്ട് ചെരിക്കണം എന്നൊക്കെയുള്ള പല സ്കീമുകളെയും കോർഡിനേറ്റ് ചെയ്യാനും കുട്ടിക്ക് സാധിക്കുന്നു. അപ്പൊ സ്കീമുകളെ കോർഡിനേറ്റ് ചെയ്യാനും പഠിക്കുന്നത് ഈ ഒരു സെൻസറി മോട്ടോർ സ്റ്റേജിൽ 8 മുതൽ 12 മാസത്തിനുള്ളിലാണ്. നമ്മൾ പറഞ്ഞത് 1 പ്രൈമറി സർക്കുലർ റിയാക്ഷൻ, 2 സെക്കൻഡറി സർക്കുലർ റിയാക്ഷൻ, 3 കോർഡിനേഷൻ ഓഫ് സ്കീമയെ കോർഡിനേറ്റ് ചെയ്യാനും പഠിച്ചു. ഇനി 4ാമതായി പറയുന്നതാണ് ടെറിഷറി സർക്കുലർ റിയാക്ഷൻ എന്ന് പറഞ്ഞാല്
ഇപ്പോ 12 മുതൽ 18 മാസം വരെയുള്ള പ്രായമാകുമ്പോഴേക്കും ഈ സമയത്ത് കുട്ടിക്ക് തന്റെ ചുറ്റുപാടുകളിലും അല്ലെങ്കിൽ എൻവയോൺമെന്റിലുള്ള എന്തെങ്കിലും ഒരു വസ്തു ഉണ്ടെങ്കിൽ അതിനെ പല രീതിയിൽ എക്സ്പെരിമെന്റ് ചെയ്തു നോക്കാനും അതിന്റെ പല ഔട്ട്കംസിനെ മനസ്സിലാക്കാനും കുട്ടി ഈ സമയത്ത് ശ്രദ്ധിക്കുകയും അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഒരു ടോയ് കിട്ടുകയാണ്, ഒരു വണ്ടി കുട്ടിയുടെ കയ്യിലുണ്ടെങ്കിൽ ചിലപ്പോൾ വണ്ടിയെ നേരെ ഓടിക്കുക മാത്രമല്ല, ചിലപ്പോൾ വണ്ടിയെ നിലത്തിട്ട് പൊട്ടിച്ച് അതിനുള്ളിലെ കാര്യങ്ങൾ എടുത്തു നോക്കാം. അല്ലെങ്കിൽ ഇതിനെ പല രീതിയിൽ അവർ ഉപയോഗിക്കും. പല രീതിയിൽ കുട്ടി അതിനെ തിരിച്ചും മറിച്ചും ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ കാര്യങ്ങളായിട്ട് അതിന് ഉപയോഗിക്കാൻ പറ്റും, എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ പല ട്രയൽ ആൻഡ് എററുകൾ ചെയ്തുകൊണ്ട് കുട്ടി ഒരു കാര്യത്തെ പറ്റിയിട്ട് പഠിക്കുന്നു. അത് അവന്റെ ക്യൂരിയോസിറ്റിയുടെയും ഇൻട്രസ്റ്റിന്റെയും ഭാഗമായിട്ട് സംഭവിക്കുന്നതാണ്. ഇതിനെയാണ് നമ്മൾ ടെറിഷ്യറി സർക്കുലർ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു കുട്ടിക്ക് ഒരു ടോയ് ലഭിച്ചു, അതിനെ വെറുതെ അമർത്തുമ്പോൾ അതിൽ നിന്നും ശബ്ദം വരികയാണെങ്കിലും കുട്ടി മറ്റ് പല വഴികളിലൂടെയും ഈ ടോയിൽ നിന്ന് ശബ്ദം ഉണ്ടാക്കാനായിട്ട് നോക്കും. ഫോർ എക്സാമ്പിൾ, അതിനെ നിലത്തിട്ടുകൊണ്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ അതിനെ ചവിട്ടിയോണ്ടോ അതിന്റെ മുകളിൽ കയറി ചവിട്ടുന്നു, അല്ലെങ്കിൽ അതിന്റെ മുകളിൽ കയറി ഇരിക്കുന്നു, അല്ലെങ്കിൽ മറ്റു സാധനങ്ങൾ എന്തെങ്കിലും അതിന്റെ മുകളിൽ വെക്കുന്നു. അങ്ങനെ പല രീതിയിലും ഈ ടോയിൽ നിന്നും സൗണ്ട് ഉണ്ടാക്കാനായിട്ട് കുട്ടി ശ്രമിക്കുന്നു. അപ്പൊ അവിടെ ഒരു ട്രയൽ ആൻഡ് എറർ നടക്കുന്നു, ഒരു എക്സ്പെരിമെന്റേഷൻ നടക്കുന്നു. ഇതിനെയാണ് നമ്മൾ ടെറിഷ്യറി സർക്കുലർ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പ്രൈമറി സർക്കുലർ റിയാക്ഷൻ പറഞ്ഞു, സെക്കൻഡറി സർക്കുലർ റിയാക്ഷൻ പറഞ്ഞു, ടെറിഷ്യറി സർക്കുലർ റിയാക്ഷൻ പറഞ്ഞു. ടെറിഷ്യറി സർക്കുലർ റിയാക്ഷൻ ആകുമ്പോഴേക്കും ചുറ്റുപാടുമുള്ള വസ്തുക്കളിൽ തന്നെ പല രീതിയിലുള്ള എക്സ്പെരിമെന്റേഷനിലൂടെ പല ഔട്ട്കംസും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾ കാര്യങ്ങൾ ചെയ്യുന്നു. അതും അവരുടെ ഒരു സെൻസറി മോട്ടോർ സ്റ്റേജിലെ പ്രത്യേകതയാണ്. ഇനി സെൻസറി മോട്ടോർ സ്റ്റേജിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് ഒബ്ജക്റ്റ് പെർമനൻസ്. ഒബ്ജക്റ്റ് പെർമനൻസ് അതായത് ജനിച്ചു വീഴുന്ന കുട്ടികൾക്ക് അവരുടെ മുന്നിലുള്ള ഒബ്ജക്റ്റുകൾ പെർമനന്റ് ആണ്, സ്ഥിരമായിട്ടുള്ള ഒബ്ജക്റ്റുകളാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് ഇല്ല. അവരുടെ കൺമുന്നിൽ നിന്നും ഒരു സാധനം മാറിക്കഴിഞ്ഞാൽ ആ ഒരു വസ്തു ഈ ഭൂലോകത്തെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതായിരിക്കും കുട്ടികളുടെ ഒരു ചിന്താഗതി. പക്ഷേ നമ്മൾ പറഞ്ഞു ജനിച്ച കുറച്ച് മാസങ്ങളിൽ, എന്നാൽ ഒരു 8 മാസം ആവുമ്പോഴേക്കും, അല്ലെങ്കിൽ ചില കുട്ടികൾക്ക് അത് ഒരുപക്ഷെ നേരത്തെ ആകാം, ഏകദേശം 8 മാസം ആവുമ്പോഴേക്കും കുട്ടികളില് ഒബ്ജക്റ്റ് പെർമനൻസ് എന്നുള്ള ഒരു എബിലിറ്റി ഡെവലപ്പ് ചെയ്യും. അതായത് അവരുടെ കൺമുൻപിൽ ഒരു വസ്തുവിനെ കണ്ടിട്ടില്ലെങ്കിലും ആ വസ്തു ഈ ലോകത്തിൽ നിലനിൽക്കുന്നുണ്ട്, ആ വസ്തു പെർമനന്റ് ആയിട്ട് ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് കുട്ടി വളരുന്നു. ഇതിനെയാണ് നമ്മൾ ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒബ്ജക്റ്റ് പെർമനൻസും പിയാഷെയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷൻ ആണ്, അല്ലെങ്കിൽ പിയാഷെ പറഞ്ഞിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ആസ്പെക്ട് ആണ് ഒബ്ജക്റ്റ് പെർമനൻസ്. ഒബ്ജക്റ്റ് പെർമനൻസ് സെൻസറി മോട്ടോർ സ്റ്റേജിലാണ്. ഇനി ഒബ്ജക്റ്റ് പെർമനൻസിന് നമുക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ജനിച്ചു വീണ് 8 മാസം വരെയുള്ള കുട്ടികൾ ആണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു പ്രായത്തിലുള്ള കുട്ടികളാണെങ്കിൽ, ചിലപ്പോൾ ഇപ്പൊ ഗ്രാൻഡ് പാരന്റ്സ് ആണെങ്കിലും അല്ലെങ്കിൽ പാരന്റ്സ് ആണെങ്കിലും എന്തെങ്കിലും ഒരു ടോയ് അവരെ കാണിച്ചു, അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് അത് എടുത്തു മാറ്റിയിട്ട് കാക്ക കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് കുട്ടികള് അവരുടെ ശ്രദ്ധ അതിൽ നിന്ന് മാറും, അല്ലെങ്കിൽ അവർ മറ്റെന്തെങ്കിലും കാര്യത്തിലേക്ക് അത് പിന്നെ അവര് അത് പോയി എന്നുള്ള രീതിയിൽ തന്നെ ഇരിക്കും. പക്ഷേ 8 മാസമൊക്കെ കഴിഞ്ഞിട്ടുള്ള കുട്ടികളാണെങ്കിൽ അവരോട് ഈ സാധനം നമ്മൾ പെട്ടെന്ന് മാറ്റിയിട്ട് കാക്ക കൊണ്ടുപോയി എന്ന് പറഞ്ഞാലും കുട്ടികൾ പുറകിൽ വന്ന് അന്വേഷിക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ എന്നൊക്കെ അവർ തെരഞ്ഞു നോക്കും. ഇതാണ് ഒബ്ജക്റ്റ് പെർമനൻസിന് ഒരു നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു എക്സാമ്പിൾ ആണ്. അതായത് ആ വസ്തു കൺമുൻപിൽ ഇല്ലെങ്കിലും അത് നിലനിൽക്കുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവ് അവർക്ക് ലഭിക്കുന്നു. ആ തിരിച്ചറിവ് ലഭിക്കുന്ന ആ ഒരു ഫീച്ചറാണ് ഒബ്ജക്റ്റ് പെർമനൻസ്. ഒബ്ജക്റ്റുകൾ പെർമനന്റ് ആയിട്ടും നിലനിൽക്കുന്നുണ്ട്, ഒബ്ജക്റ്റുകളെല്ലാം എൻ്റെ ചുറ്റിലുള്ള ഒബ്ജക്റ്റുകളെല്ലാം സ്ഥിരമായും നിലനിൽക്കുന്നതാണ്, അത് ഞാൻ കാണുന്നില്ലെങ്കിലും അതിന് അവിടെ ഒരു നിലനിൽപ്പുണ്ട് എന്നുള്ളതാണ് ഒബ്ജക്റ്റ് പെർമനൻസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത്രയും ക്യാരക്ടറിസ്റ്റിക്, ഇത്രയും കാര്യങ്ങളാണ് സെൻസറി മോട്ടോർ സ്റ്റേജുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ക്ലിയർ ആണ്. അപ്പൊ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഇനി 1-2 ചോദ്യങ്ങൾ ചെയ്ത് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, എ ചൈൽഡ് റിപ്പീറ്റഡ്ലി ഡ്രോപ്സ്
എ സ്പൂൺ ഫ്രം ദ ഹൈ ചെയർ ടു സീ ഹൗ ദ പാരന്റ്സ് റിയാക്ട്. ഒരു കുട്ടി ഹൈ ചെയറിൽ ഇരുന്നു കൊണ്ട് ഒരു സ്പൂൺ നിലത്തേക്ക് ഇടുകയാണ്, പല പ്രാവശ്യം നിലത്തേക്ക് ഇടുകയാണ്. അവരുടെ പാരന്റ്സിന്റെ ഒരു റിയാക്ഷൻ കാണാൻ വേണ്ടിയിട്ട് കുട്ടി പല പ്രാവശ്യം അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഈ ഒരു ബിഹേവിയർ താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏതാണ് ഇതിന് ഏറ്റവും ഓപ്റ്റ് ആയിട്ടുള്ളത്? പ്രൈമറി സർക്കുലർ റിയാക്ഷൻ, സെക്കൻഡറി സർക്കുലർ റിയാക്ഷൻ, ടെറിഷറി സർക്കുലർ റിയാക്ഷൻ, മെന്റൽ റെപ്രസെന്റേഷൻ. എല്ലാവരും ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. ഇതില് പലരും ടൈപ്പ് ചെയ്തത് ഓപ്ഷൻ ബി ആണ്, പക്ഷെ ഓപ്ഷൻ സി ആണ് ആൻസർ. എന്തുകൊണ്ടാണ് ഓപ്ഷൻ സി? ഇവിടെ സംഭവിച്ചത് എന്താണ്? കുട്ടി സ്പൂണ് റിപ്പീറ്റഡ്ലി ഡ്രോപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു സർക്കുലർ റിയാക്ഷൻ ഉണ്ട്. ദെൻ ഹൈ ചെയറിൽ നിന്നും ഡ്രോപ്പ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്? ഹൗ ദ പാരന്റ്സ് റിയാക്ട്. അതായത് ഓരോ തവണയും പാരന്റ്സ് അതിനെ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട്. അതായത് അവിടെ കുട്ടിയുടെ ഒരു ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി കൂടെ നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ആൻസർ വരുന്നത് ടെറിഷറി സർക്കുലർ റിയാക്ഷൻ ആണ്. നമ്മൾ പറഞ്ഞു പ്രൈമറി സർക്കുലർ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ കുട്ടി സ്വന്തം ബോഡി ഉപയോഗിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നു. സെക്കൻഡറി സർക്കുലർ റിയാക്ഷനിൽ ഏതെങ്കിലും ഒരു ടോയിനെ റിപ്പീറ്റഡ്ലി ചെയ്യുന്നു. ഇനി ടെറിഷറി സർക്കുലർ റിയാക്ഷൻ വരുമ്പോൾ അവിടെ ഒരു കൊഗ്നിറ്റീവ് ആസ്പെക്ട് കൂടി വരുന്നുണ്ട്. അതായത് ഒരു ടോയ് ആണെങ്കിൽ അതിനെ പല രീതിയിൽ ചെയ്തു നോക്കുന്നു. ഒരു സ്പൂൺ നിലത്തിടുന്നത് പല പ്രാവശ്യം പല രീതിയിൽ ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്? ചുറ്റുമുള്ള പാരന്റ്സിന്റെ റിയാക്ഷൻസ് കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അവിടെ മൂന്നാമത്തെ ഒരു ആസ്പെക്ട് കൂടി വരുന്നുണ്ട്. എന്ത്? ഭൗതിക ഘടനയിൽ അല്ലെങ്കിൽ കൊഗ്നിറ്റീവ് സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് ചുറ്റുപാടുമുള്ള കാര്യങ്ങളെ കുറിച്ച് കൂടി കുട്ടി അതില് കൺസേൺ ആണ്. പാരന്റ്സ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ കുറച്ചും കൂടി ഹയർ ആയിട്ടുള്ള ഒരു കൊഗ്നിറ്റീവ് ഫംഗ്ഷൻ ആണ് അത് നടക്കുന്നത്. അപ്പൊ അത് നമ്മൾ ടെറിഷറി സർക്കുലർ റിയാക്ഷൻ ആണ് അതിന്റെ ആൻസർ. അപ്പൊ അതെല്ലാവരും പലരും ബി ആണ് ആൻസർ ടൈപ്പ് ചെയ്തത്. അപ്പൊ അത് ബി അല്ല, സി ആണ്. അടുത്ത ചോദ്യം. എ ബേബി സെർച്ചസ് ഫോർ എ ടോയ് ഈവൻ ആഫ്റ്റർ ഇറ്റ് ഹാസ് ബീൻ ഹിഡൻ അണ്ടർ എ ബ്ലാങ്കറ്റ്. ഒരു ബേബി ഒരു ടോയിനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ ടോയ് ഒരു പുതപ്പിന്റെ അടിയിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ബേബി ആ ടോയ്ക്ക് വേണ്ടി സെർച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇത് ഏതാണ് അവസ്ഥ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. എക്സാമ്പിൾ: ഡിഫേർഡ് ഇമിറ്റേഷൻ, ഓബ്ജക്ട് പെർമനൻസ്, ആനിമിസം, സ്കീമേസ് കോർഡിനേഷൻ. ടൈപ്പ് ചെയ്യാം. യെസ്, ഓപ്ഷൻ ബി ആണ് ഒബ്ജക്റ്റ് പെർമനൻസ്. ഒബ്ജക്റ്റ് പെർമനൻസ് എന്നുള്ള ഒരു തിരിച്ചറിവ് കുട്ടിക്ക് ഉള്ളത് കൊണ്ടാണ് ആ ഒരു ടോയ് ഒളിപ്പിച്ചു വെച്ചെങ്കിലും അതിനു വേണ്ടിയിട്ട് കുട്ടി സെർച്ച് ചെയ്തുകൊണ്ട് നടക്കുന്നത്, അതിനെ അന്വേഷിച്ചുകൊണ്ട് നടക്കുന്നത് ഒബ്ജക്റ്റ് പെർമനൻസ് എന്നുള്ളൊരു ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളതുകൊണ്ടാണ്. യെസ്. അടുത്ത ചോദ്യം. എ ബേബി ആക്സിഡന്റലി ഷേക്സ് എ rattle, hears the sound and begins repeating the action.
ഒരു കുട്ടി ആക്സിഡന്റ് ആയിട്ട് പെട്ടെന്നൊരു കിലുക്കം പോലെ ഒരു സാധനം ഷെയ്ക്ക് ചെയ്യുന്നു, അപ്പൊ ഒരു സൗണ്ട് കേൾക്കുന്നു, പിന്നെ കുട്ടി വീണ്ടും വീണ്ടും ആ ഒരു ആക്ടിവിറ്റി റിപ്പീറ്റ് ചെയ്യുന്നു. ഇത് എന്തിന് എക്സാമ്പിൾ ആണ്? പ്രൈമറി സർക്കുലർ റിയാക്ഷൻ, മെന്റൽ റെപ്രസെന്റേഷൻ, സെക്കൻഡറി സർക്കുലർ റിയാക്ഷൻ, ടെറിഷ്യറി സർക്കുലർ റിയാക്ഷൻ. യെസ്, ആൻസർ സി ആണ്. ചിലരൊക്കെ തെറ്റിച്ചിട്ടുണ്ട്. സെക്കൻഡറി സർക്കുലർ റിയാക്ഷൻ ആണ്. അതായത് ഒരു കുട്ടി അവിചാരിതമായ ഒരു കിൽക്കം കിട്ടി, വീണ്ടും വീണ്ടും അതിൽ നിന്നും ശബ്ദം കേൾക്കാൻ വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നു. റിപ്പീറ്റ് ചെയ്യുന്നതിനെ നമ്മൾ പറഞ്ഞു സർക്കുലർ. സെക്കൻഡറി എന്ന് പറഞ്ഞത് പുറത്ത് നിന്നുള്ള ഒരു വസ്തു, അവന്റെ എൻവയോൺമെന്റിൽ നിന്നുള്ള ഒരു വസ്തു ആയിരിക്കണം. അപ്പോൾ ഇതിൽ എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളത് ഒരു റാറ്റിലാണ്. അപ്പൊ എന്തെങ്കിലും കിൽക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടോയ് ആണെങ്കിൽ അതായിരിക്കാം സെക്കൻഡറി സർക്കുലർ റിയാക്ഷനിൽ നമ്മൾ പറയുക. അപ്പൊ സെക്കൻഡറി സർക്കുലർ റിയാക്ഷൻ ആണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് പോവാണ്. ഒന്നാമത്തെ സ്റ്റേജ് ആയിരുന്നു സെൻസറി മോട്ടോർ സ്റ്റേജ്. അതിൽ നമ്മൾ പറഞ്ഞത് പ്രൈമറി സർക്കുലർ റിയാക്ഷൻ, സെക്കൻഡറി സർക്കുലർ റിയാക്ഷൻ, ടെറിഷ്യറി സർക്കുലർ റിയാക്ഷൻ, ദെൻ ഒബ്ജക്റ്റ് പെർമനൻസ്. ഇതൊക്കെയാണ് അതിൽ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്. രണ്ടാമത്തെ സ്റ്റേജ് ആണ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. 2 വയസ്സ് മുതൽ 7 വയസ്സ് വരെ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. താഴെ കൊടുത്തിട്ടുള്ളതിൽ എന്തെങ്കിലും കുറച്ച് ഓരോ എക്സാമ്പിൾ കൊടുത്തിട്ട് ഇത് ഏത് സ്റ്റേജുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ചോദിക്കുമ്പോൾ സെൻസറി മോട്ടോർ സ്റ്റേജ്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് കൊടുത്തു കഴിഞ്ഞിട്ട് ഇത് ഏതുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ നമുക്കത് തെരഞ്ഞെടുത്ത് എഴുതാനായിട്ട് പറ്റണം. അതാണ് ഈ ഭാഗത്തു നിന്നും. അപ്പോൾ കോൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കണം. പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറഞ്ഞാല് ഓപ്പറേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? മെന്റൽ മാനിപ്പുലേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഒബ്ജക്ട്സ് ആൻഡ് ഇൻഫർമേഷൻ. ഒരു ഒബ്ജക്റ്റിനെയോ അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷനെയോ അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ ട്രാൻസ്ഫോം ചെയ്യാനുള്ള കഴിവിനെയാണ് ഓപ്പറേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുക. ഒരു കാര്യത്തെ അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റിനെ, ഒരു ഇൻഫർമേഷനെ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെ അതിനെ മെന്റലി അതിനെക്കുറിച്ച് ചിന്തിക്കുകയും മെന്റലി അതിനെക്കുറിച്ച് പല ട്രാൻസ്ഫോർമേഷനും അല്ലെങ്കിൽ മെന്റലി അതിനെക്കുറിച്ച് ചിന്തിച്ച് പല കാര്യങ്ങളിലേക്കും എത്താനുള്ള ഒരു കഴിവിനെയാണ് നമ്മൾ ഓപ്പറേഷൻ എന്നുള്ളത് കൊണ്ട് പിയാഷെ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇനി പ്രീ ഓപ്പറേഷൻ സ്റ്റേജ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത് ഇത്തരത്തിലുള്ള ഓപ്പറേഷൻസ് ചെയ്യാനായിട്ട് കുട്ടിക്ക് സാധിക്കാത്ത സ്റ്റേജ്, അല്ലെങ്കിൽ ആ ഓപ്പറേഷൻസ് ഒക്കെ മെന്റൽ ഓപ്പറേഷൻസും മെന്റൽ മാനിപ്പുലേഷൻസും ഒക്കെ മനസ്സിലാക്കാനായിട്ട് തുടങ്ങുന്നതിന് മുൻപുള്ള സ്റ്റേജ് പ്രീ ഓപ്പറേഷൻ സ്റ്റേജ്. അതുകൊണ്ടാണ് അതിനെ പ്രീ ഓപ്പറേഷൻ സ്റ്റേജ്. ഓപ്പറേഷൻസിനുള്ള സമയമായിട്ടില്ല. അടുത്ത സ്റ്റേജ് ആണ് ഓപ്പറേഷൻസിന്റെ ഒക്കെ സ്റ്റേജ് വരുന്നത്. അപ്പൊ ഈ സ്റ്റേജ് എന്ന് പറയുന്നത് ഓപ്പറേഷൻസിന് മുന്നുള്ള സ്റ്റേജ്. അതുകൊണ്ടാണ് അതിനെ പ്രീ ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് വിളിക്കുന്നത്. 2 വയസ്സ് മുതൽ 7 വയസ്സ് വരെ. അപ്പൊ ഈ സമയത്ത് കുട്ടികൾ മെന്റലി ഒരുപാട് മാനിപ്പുലേഷൻസോ അല്ലെങ്കിൽ ഒരുപാട് അബ്സ്ട്രാക്ട് കോൺസെപ്റ്റുകൾ മനസ്സിലാക്കാനോ ഒക്കെ ഉള്ളൊരു എബിലിറ്റിയിലേക്ക് വന്നിട്ടില്ല. അപ്പൊ അതിന് മുന്നുള്ള ഒരു കാലഘട്ടം. ഈ ഒരു സമയത്ത് കുട്ടികൾക്ക് കോൺക്രീറ്റ് ആയിട്ടുള്ള ലോജിക്കൽ തിങ്കിങ് അത്തരം കാര്യങ്ങളൊന്നും ഡെവലപ്ഡ് ആയിട്ടില്ല. ഈ സമയത്താണ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് തുടങ്ങുന്ന സമയം, അല്ലെങ്കിൽ ലാംഗ്വേജ് ഭാഷയിലുള്ള വികസനം സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലാണ്. ഇനി ഈ സമയത്ത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആസ്പെക്ട് എന്ന് പറയുന്നത് അവരുടെ തന്നെ കാഴ്ചപ്പാടായിരിക്കും അവരെ ഏറ്റവും അധികം ഇൻഫ്ലുവൻസ് ചെയ്യാം. അവരെങ്ങനെയാണ് ഒരു കാര്യത്തെ കാണുന്നത്, അവരുടെ ഒരു പെർസെപ്ഷൻ, അവരുടെ ഒരു കാഴ്ചപ്പാട്, അത് വളരെ പ്രധാനപ്പെട്ടതായിരിക്കും ഈ സമയത്ത് കുട്ടികൾക്ക്. ഇനി ഇതിലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ടുള്ളതാണ് റെപ്രസെന്റേഷണൽ തോട്ട്. റെപ്രസെന്റേഷണൽ തോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ചില കാര്യങ്ങൾ
അവർക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. റെപ്രസെന്റ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ ഇതിൽ രണ്ട് കാര്യങ്ങളാണ് പറയുക. ഒന്ന് ഇമിറ്റേഷൻ, രണ്ട് സിംബോളിക് പ്ലേ. ഇമിറ്റേഷൻ എന്ന് പറയുമ്പോൾ അവര് ചുറ്റുമുള്ള ആളുകളുടെ, അവരുടെ ഒരുപക്ഷെ അവരുടെ പാരന്റ്സ് ആവാം, അവരുടെ എൽഡേഴ്സ് ആവാം, അവരെയൊക്കെ ഇമിറ്റേറ്റ് ചെയ്യാനും പല ആക്ഷൻസും ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കാനുള്ള ഒരു എബിലിറ്റി കുട്ടികൾ ഈ ഒരു സമയത്ത് നേടിയിട്ടുണ്ടാവും. അതിനെയാണ് നമ്മൾ ഡിഫേർഡ് ഇമിറ്റേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുക. അപ്പൊ അവിടെ ഒരു വ്യക്തിയുടെ ഒരു ചിലപ്പോൾ ചില ആക്ഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ അവർ പറയുന്ന രീതി ആയിരിക്കാം, അതിനെ കുട്ടി അവിടെ ഒന്ന് ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കും. അപ്പൊ അവിടെ ഒരു റെപ്രസെന്റേഷൻ നടക്കുകയാണ്, അല്ലെ? അവരുടെ പാരന്റ്സിന്റെയോ ഗ്രാൻഡ് പാരന്റ്സിന്റെയോ ഇമിറ്റേറ്റ് ചെയ്യുന്നത് അവരുടെ ആക്ഷൻസിനെ കുട്ടി റെപ്രസെന്റ് ചെയ്യുന്നു. ഇനി അതുമല്ല എങ്കിൽ രണ്ടാമത് ഉള്ള റെപ്രസെന്റേഷൻ തോട്ടിൽ വരുന്നതാണ് സിംബോളിക് പ്ലേ. കുട്ടികള് എന്തെങ്കിലും ഒരു വസ്തുക്കൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ റിയൽ ഒബ്ജക്ട്സിന്റെ എന്തെങ്കിലും സിമ്പൽ ഉപയോഗിച്ചോ കുട്ടികൾ അത് സിംബോളിക് ആയിട്ട് അവർ അതിനെ കളിക്കുന്നു. ഫോർ എക്സാമ്പിൾ ഒരു കോലെടുത്തോണ്ട് അത് വണ്ടിയാണ് എന്ന് പറഞ്ഞ് അവർ കളിക്കും. പിന്നെ അല്ലെങ്കിൽ ചിലപ്പോ എന്തെങ്കിലും ഒരു ബോക്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പേനയോ അവരുടെ കയ്യിൽ എന്താണോ കിട്ടണേ അത് ഫോണാണ് എന്ന് പറഞ്ഞിട്ട് അവര് അത് കളിക്കാം. അപ്പൊ അവര് അതിനെ ഒരു വസ്തു, ഒരു 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 ഒബ്ജക്റ്റിനെ സിംബോളിക് ആയിട്ട് ഇന്ന കാര്യം, ഇന്ന മൊബൈലാണ് അതിന്റെ ഒരു സിംബോളിക് ആയിട്ട് ഒരു ബോക്സ് എടുത്ത് കളിക്കാം. അല്ലെങ്കിൽ ഒരു വടി എടുത്തുകൊണ്ട് അത് ഒരു വണ്ടിയാണ്, വണ്ടിയുടെ സിമ്പലായിട്ട് കുട്ടികൾ അത് വണ്ടിയാണ് എന്ന് പറഞ്ഞിട്ട് കളിക്കുന്നു. അപ്പൊ ഇവിടെ കുട്ടികള് ചിലപ്പോ ചില ഒബ്ജക്റ്റ് ആവാം, അല്ലെങ്കിൽ ചില സ്ഥലങ്ങളാകാം, എന്തും അവര് സിംബലൈസ് ചെയ്തുകൊണ്ട് അവരുടെ കളിയിൽ ഉൾപ്പെടുത്തുന്നു. ഇതിനെയാണ് നമ്മൾ സിംബോളിക് പ്ലേ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുക. അപ്പൊ റെപ്രസെന്റേഷണൽ തോട്ട് ഒന്നുകിൽ ഡിഫേർഡ് ഇമിറ്റേഷൻ ആകാം, അല്ലെങ്കിൽ സിംബോളിക് പ്ലേ ആകാം. ഇത് രണ്ടും പ്രീ ഓപ്പറേഷൻ സ്റ്റേജിലെ ഒരു പ്രധാനപ്പെട്ട ആസ്പെക്ട് ആണ്. പ്രീ ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുമ്പോൾ 2 വയസ്സ് മുതൽ 7 വയസ്സ് വരെ, ഇതിലെ കാലഘട്ടവും പ്രധാനപ്പെട്ടതാണ്. സെൻസറി മോട്ടോർ സ്റ്റേജ് ജനനം മുതൽ 2 വയസ്സ് വരെയാണെങ്കിൽ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് 2 വയസ്സ് മുതൽ 7 വയസ്സ് വരെയാണ്. ഈ സമയത്ത് കുട്ടികൾ ഇമിറ്റേറ്റ് ചെയ്യാൻ പഠിക്കുന്നു, അല്ലെങ്കിൽ സിംബോളിക് ആയിട്ട് അവർ കളിക്കുന്നു. ഇതെല്ലാം അവരുടെ റെപ്രസെന്റേഷണൽ തോട്ടിന്റെ ഭാഗമായിട്ട് അവർ ചെയ്യുന്നതാണ്. മറ്റൊരു ക്യാരക്ടറിസ്റ്റിക് ആണ് ട്രാൻസ്ഡക്റ്റീവ് റീസണിങ്. ട്രാൻസ്ഡക്റ്റീവ് റീസണിങ് അതായത് അവരുടെ റീസണിങ് ഈ ഒരു സമയത്ത് എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചാല് അതിന് പ്രത്യേകിച്ച് ഒരു ലോജിക് ഒന്നും വേണ്ട. പ്രത്യേകിച്ച് ഒരു ലോജിക് ഒന്നും ഇല്ലാതെ ഒരു പർട്ടിക്കുലർ കാര്യത്തിൽ നിന്നും മറ്റൊരു പർട്ടിക്കുലർ കാര്യത്തിലേക്ക് അവരുടെ കാര്യങ്ങളെ കണക്ട് ചെയ്യും. അതായത് ഫോർ എക്സാമ്പിൾ, അമ്മ ഇവിടെ ഇല്ല, കോൾ ദ പോലീസ്. പോലീസിനെ വിളിക്കണം അമ്മേനെ കൊണ്ടുവരാനായിട്ട്. അപ്പൊ അവർക്ക് എന്താണ് പോലീസ്, എങ്ങനെയാണ് പോലീസിന്റെ ഒരു ഫംഗ്ഷനിങ് എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ ഒരു ലോജിക്കലായിട്ടോ റീസണിങ്ങുമായി ബന്ധപ്പെട്ട ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ല. പക്ഷെ അവർ കണ്ടിട്ടുള്ള ചിലപ്പോൾ ചില എവിടെയെങ്കിലും കേട്ടിട്ടുള്ളതോ കണ്ടിട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും ആരെങ്കിലും കാണാതായ പോലീസ് പിടിച്ചോണ്ട് വരും, ആരെങ്കിലും ഇവിടെ ഇല്ലെങ്കിൽ അപ്പൊ പോലീസിനെ വിളിക്കണം, പോലീസാണ് കൊണ്ടുവരിക എന്നുള്ളൊരു ഒരു ഐഡിയയിലേക്ക് ചിലപ്പോൾ കുട്ടികൾ പോവാം. ഇനി അതല്ല, മറ്റൊരു എക്സാമ്പിൾ, ദ മൂൺ ഈസ് ഫോളോയിങ് മീ. എന്നെ എപ്പോഴും മൂൺ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ എവിടെ പോയി നോക്കിയാലും അവിടെ ചന്ദ്രനുണ്ട്. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ചന്ദ്രനുണ്ട്, ഞാൻ കുറച്ച് സമയം മാറി അങ്ങോട്ട് നീങ്ങിയാലും ചന്ദ്രൻ എൻ്റെ കൂടെ വരുന്നു, ഞാൻ യാത്ര ചെയ്യുമ്പോഴും ചന്ദ്രൻ എന്നെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരുടെ റീസണിങ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒരു ലോജിക്കലായിട്ട് ഉള്ളൊരു റീസണിങ് ആയിരിക്കില്ല, മറിച്ച് ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് ട്രാൻസ്ഡക്റ്റീവ് റീസണിങ്. ട്രാൻസ്ഡക്റ്റീവ് റീസണിങ് അതിന് പ്രത്യേകിച്ചൊരു ലോജിക്കൊന്നുമില്ല, മറിച്ച് അതിലൊരു രണ്ട് പർട്ടിക്കുലർ ആയിട്ടുള്ള കാര്യങ്ങളെ അവര് കണക്ട് ചെയ്തുകൊണ്ട് ഒരു റീസണിങ് അവർ ക്രിയേറ്റ് ചെയ്യുന്നതാണ് അവരുടെ റീസണിങ് എന്ന് പറയുന്നത്. രണ്ട് കാര്യങ്ങളെ അവർ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് അവര് സ്വന്തമായിട്ടൊരു റീസണിങ്ങിലേക്ക് കൊണ്ടുവരുന്നു. അതിനെയാണ് നമ്മൾ ട്രാൻസ്ഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത്. ട്രാൻസ്ഡക്റ്റീവ് റീസണിങ്ങും പ്രീ ഓപ്പറേഷൻ സ്റ്റേജിലെ ഒരു പ്രധാനപ്പെട്ട ഫീച്ചറാണ്. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ് ഈഗോസെൻട്രിസം. ഈഗോസെൻട്രിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈഗോസെൻട്രിസം എന്ന് പറഞ്ഞാല് കുട്ടിക്ക് എപ്പോഴും സ്വന്തം കാഴ്ചപ്പാട് അല്ലെങ്കിൽ സ്വന്തം ഈഗോയിൽ നിന്നുകൊണ്ടാണ് കുട്ടി എല്ലാ കാര്യത്തെയും കാണുന്നത്. ഞാൻ എങ്ങനെയാണോ കാണുന്നത്
അതുപോലെ തന്നെയാണ് എൻ്റെ ചുറ്റുമുള്ളവരും അതിനെ കാണുന്നത് എന്നായിരിക്കും ഈ സമയത്ത് കുട്ടി ചിന്തിക്കുക. ഉദാഹരണത്തിന് കുട്ടി ആരെങ്കിലും ഫോൺ വിളിക്കുകയാണെങ്കിൽ കുട്ടി ഫോൺ എടുത്ത് സംസാരിക്കുന്നതിനൊപ്പം തന്നെ ഇപ്പൊ ഗ്രാൻഡ് പാരന്റ്സ് ആരെങ്കിലും ഫോൺ വിളിക്കുമ്പോൾ കുട്ടിയോട് ചോദിക്കുകയാണ് അപ്പൻ എവിടെയാ അല്ലെങ്കിൽ അമ്മ എവിടെയാ അവര് അതെന്തിയെ എന്നൊക്കെ ചോദിച്ചാൽ കുട്ടിയും ചിലപ്പോൾ കൈ ചൂണ്ടിക്കൊണ്ട് അത് ഇവിടെ ഉണ്ട്, അത് ഇതാണ്, അത് അങ്ങനെയാണ് എന്നൊക്കെ പറയും. അപ്പൊ ചൈൽഡിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഉപയോഗിക്കുന്ന ആക്ഷൻസും അവൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അവന്റെ ചുറ്റുമുള്ളവരും അതുപോലെ തന്നെ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് കുട്ടി ചിന്തിക്കുന്നത്. അതായത് ഞാനിപ്പോ കൈ ചൂണ്ടുകയാണെങ്കിൽ ഫോണിലൂടെ ഞാൻ വിളിക്കുകയാണെങ്കിലും, അതായത് ഒരു വീഡിയോ കോൾ അല്ല നോർമൽ കോൾ ആണെങ്കിൽ എന്റെ ചുറ്റുമുള്ളവരും അല്ലെങ്കിൽ ഫോണിന് അപ്പുറത്തിരിക്കുന്നവരും ഞാൻ ചൂണ്ടുന്നതും ഞാൻ പറയുന്നതും ഒക്കെ ഞാൻ എങ്ങനെയാണോ ഈ കാര്യത്തെ കാണുന്നത്, ഇതിനെ മനസ്സിലാക്കുന്നത്, അതുപോലെ തന്നെ അവരും ഇതിനെ കാണുന്നു മനസ്സിലാക്കുന്നു എന്ന് കുട്ടി വിചാരിക്കുന്നു. ഇനി അതും അല്ലെങ്കിൽ കുട്ടി ഒരു പടം വരയ്ക്കുന്നു. ഒരു പടം വരച്ചിട്ട് അതൊരു പക്ഷേ പ്രത്യേകിച്ച് ഒരു അർത്ഥവും ഇല്ലാത്ത പടമാണെങ്കിൽ കൂടിയും ഈ പടം വരച്ചുകൊണ്ട് വന്നിട്ട് കുട്ടി പറയുകയാണ് ഇതാണ് ഇതൊരു വീടാണ്, ഇതൊരു മലയാണ്, ഇതൊരു പുഴയാണ് എന്നൊക്കെ പറഞ്ഞാല് കുട്ടി എന്താണോ ഇതിനെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന അർത്ഥം അത് തന്നെ എൻ്റെ ചുറ്റുമുള്ളവരും അത് മനസ്സിലാക്കുന്നു എന്നാണ് ആ സമയത്ത് കുട്ടി വിചാരിക്കുക. അതായത് ഞാൻ ഇതൊരു മലയായിട്ടാണ് വരച്ചത് എന്നുണ്ടെങ്കിൽ എൻ്റെ ചുറ്റുമുള്ളവർക്കും ഇത് മല തന്നെയാണ്. ഞാൻ ഇതൊരു വീടായിട്ടാണ് വിചാരിച്ചത് എങ്കിൽ എൻ്റെ ചുറ്റുമുള്ളവർക്കും അത് വീട് തന്നെയാണ് എന്നുള്ളതായിരിക്കും ആ സമയത്ത് കുട്ടിയുടെ ചിന്ത. അതായത് എങ്ങനെയാണോ ചൈൽഡ് അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്, അതിനെ പെർസീവ് ചെയ്യുന്നത്, അതിനെ മനസ്സിലാക്കുന്നത്, അതുപോലെ തന്നെയായിരിക്കും എൻ്റെ ചുറ്റുമുള്ളവരും അതിനെ മനസ്സിലാക്കുന്നത്, അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് എന്ന് കുട്ടി വിചാരിക്കുന്നു. അതിനെയാണ് ഈഗോ സെൻട്രിസം എന്ന് പറയുന്നത്. കുട്ടി എങ്ങനെയാണോ മനസ്സിലാക്കുന്നത് അത് തന്നെ എൻ്റെ ചുറ്റുമുള്ളവരും അങ്ങനെ തന്നെയാണ് അതിനെ കാണുന്നത് എന്നുള്ളതാണ് ഈഗോ സെൻട്രിസത്തിൽ വരിക. അപ്പൊ അവിടെ കുട്ടിയുടെ പെർസെപ്ഷൻ, കുട്ടിയുടെ കാഴ്ചപ്പാട്, കുട്ടിയുടെ നിലപാട് അതിനൊക്കെ ആയിരിക്കും ഈ സമയത്ത് കുട്ടികൾ കൂടുതലും അവർ വില കൽപ്പിക്കുക. അപ്പൊ ഈഗോ സെൻട്രിസോ 2 വയസ്സ് മുതൽ 7 വയസ്സ് വരെയുള്ള സമയത്ത് അവരുടെ ഒരു പ്രത്യേകതയാണ്. ഇനി മൂന്നാമത്തെ ഒരു ഫീച്ചറാണ് ആനിമിസ്റ്റിക് തിങ്കിങ്. ആനിമിസ്റ്റിക് തിങ്കിങ് എന്ന് പറഞ്ഞാല് ഒരു ഇൻആനിമേറ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റ്, ജീവൻ ഇല്ലാത്ത ഒരു വസ്തുവാണെങ്കിൽ കൂടിയും അതിന് ജീവനുണ്ട്, അതിന് ഫീലിങ്സ് ഉണ്ട്, അതിന് ആഗ്രഹങ്ങളുണ്ട് എന്നുള്ള രീതിയിൽ അതിനെ ജീവനുള്ള ഒരു കാര്യമായിട്ട് ചിത്രീകരിക്കുന്നു. അതിനെയാണ് നമ്മൾ ആനിമിസ്റ്റിക് തിങ്കിങ് എന്ന് പറയുന്നത്. അപ്പൊ എന്തുമാകാം. അതായത് ചുറ്റുമുള്ള ചിലപ്പോൾ ഒരു കാറാണെങ്കിലും അനങ്ങാതെ കിടക്കുന്ന ഒരു കാറാണെങ്കിൽ ചിലപ്പോൾ കുട്ടി പറയും ഇന്ന് കാറിന് വയ്യാത്തത് കൊണ്ടാണ് ഇന്ന് കാർ അനങ്ങാതെ കിടക്കുന്നത് അല്ലെങ്കിൽ സ്റ്റോപ്പ് ആയിട്ടുള്ളത്. ഇനി അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ഒരു പാവക്കുട്ടി എടുത്തുകൊണ്ട് എൻ്റെ പാവക്കുട്ടിക്ക് ഇന്ന് ഭയങ്കര വിഷമാണ്, കാരണം ഞാൻ ഇന്ന് എൻ്റെ പാവക്കുട്ടിയെ ഹഗ് ചെയ്തില്ല, അതുകൊണ്ട് എൻ്റെ പാവക്കുട്ടിക്ക് ഇന്ന് വളരെ വിഷമമാണ് എന്ന് പറയാം. അതായത് മനുഷ്യന്റെ ഫീലിങ്സ്, ഹ്യൂമന്റെ ഫീലിങ്സും അതുപോലെ മോട്ടീവ്സ് എല്ലാം ഇൻആനിമേറ്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റില്, ജീവനില്ലാത്ത ഒരു ഒബ്ജക്റ്റില് അത് കൽപ്പിച്ചു കൊടുക്കുന്നു. അതിനെയാണ് ആനിമിസ്റ്റിക് തിങ്കിങ് എന്ന് വിശേഷിപ്പിക്കുക. ഇതും പ്രീ ഓപ്പറേഷൻ സ്റ്റേജിലെ ഒരു പ്രത്യേകതയാണ്. ഓക്കെ, അപ്പൊ ഇതെല്ലാമാണ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിൽ പ്രധാനമായിട്ട് നമ്മൾ കാണുന്ന കുറച്ച് പ്രത്യേകതകൾ. ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ചോദ്യം ആൻസർ ഇതിൽ കൊടുത്തിട്ടുണ്ട്, എന്നാലും നമുക്ക് നോക്കാം. എ ചൈൽഡ് കവേഴ്സ് their eyes and says you can't see me. കുട്ടി സ്വന്തമായിട്ട് കണ്ണ് പൊത്തിക്കൊണ്ട് കുട്ടി പറയുകയാണ് നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റില്ല എന്ന് പറയാണ്. ഇത് ഏത് ബിഹേവിയറിനെയാണ്, ഈ ബിഹേവിയർ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളത് ഓപ്ഷൻ എ സിംബോളിക് പ്ലേ, ഓപ്ഷൻ ബി ഈഗോ സെൻട്രിസം, ഓപ്ഷൻ സി ലാക്ക് ഓഫ് ഒബ്ജക്ട് പെർമനൻസ്, ഓപ്ഷൻ ഡി ഡിഡക്റ്റീവ് റീസണിങ്. ഇതിന്റെ ആൻസർ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ ബി ആണ് ഈഗോ സെൻട്രിസം. അതായത് കുട്ടിക്ക് സ്വന്തം കണ്ണ് പൊത്തിക്കൊണ്ട് കുട്ടി പറയാണ് നിങ്ങൾക്ക് ആർക്കും എന്നെ കാണാൻ പറ്റില്ല എന്നുള്ളത്. അപ്പൊ അവിടെ കുട്ടി എങ്ങനെയാണോ, കുട്ടി ഇപ്പൊ എന്താണോ കാണുന്നത് ചുറ്റുമുള്ള ഒന്നിനെയും കാണുന്നില്ല. അപ്പൊ കുട്ടി വിചാരിക്കുകയാണ് ചുറ്റുപാടുള്ളവർക്കും അതുപോലെ തന്നെയാണ്, അവർക്കും ഒന്നും കാണാൻ പറ്റില്ല, നിങ്ങൾക്ക് ഇപ്പൊ എന്നെ കാണാൻ പറ്റില്ല. കുട്ടിയുടെ പെർസെപ്ഷൻ എന്താണോ അത് തന്നെയായിരിക്കും ചുറ്റുമുള്ളവരും ചിന്തിക്കുന്നത് എന്നുള്ളതാണ്
അവിടെ കുട്ടി ചിന്തിക്കുന്ന. ഇതിനെയാണ് നമ്മൾ ഈഗോ സെൻട്രിസം എന്ന് പറഞ്ഞത്. സോ ഈഗോ സെൻട്രിസം ആണ് അതിന്റെ ആൻസർ. ഓക്കെ, ഇനി 4 സ്റ്റേജിൽ കഴിയുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ചോദ്യങ്ങൾ നോക്കും. അപ്പൊ നിങ്ങൾക്ക് പരസ്പരം ഇത് ഏത് സ്റ്റേജിലെയാണ് എന്നുള്ളതൊക്കെ മനസ്സിലാവും. അപ്പൊ രണ്ടാമത്തെ സ്റ്റേജ് ആണ് നമ്മൾ പറഞ്ഞത് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. അതിൽ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞത്, ഒന്ന് റെപ്രസെന്റേഷണൽ തോട്ട്, ഡിഫേർഡ് ഇമിറ്റേഷൻ ആകാം, അല്ലെങ്കിൽ സിംബോളിക് പ്ലേ ആവാം. റെപ്രസെന്റേഷണൽ തോട്ട്. രണ്ടാമത് ട്രാൻസ്ഡക്റ്റീവ് റീസണിങ്, പ്രത്യേകിച്ച് ഒരു റീസണിങ് ഒരു ലോജിക്കൽ ഇല്ലാതെ ഒരു പർട്ടിക്കുലറിൽ നിന്നും മറ്റൊരു പർട്ടിക്കുലർ കാര്യത്തെ കണക്ട് ചെയ്യുന്ന ട്രാൻസ്ഡക്റ്റീവ് റീസണിങ്. മൂന്നാമത് ഈഗോ സെൻട്രിസം, ദെൻ അനിമിസ്റ്റിക് തിങ്കിങ്. ഇതെല്ലാം പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിന്റെ പ്രത്യേകതകളാണ്, 2 വയസ്സ് മുതൽ 7 വയസ്സ് വരെ. ഇനി മൂന്നാമത്തെ സ്റ്റേജ് ആണ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് എന്താണ്? കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിന്റെ പ്രത്യേകതകൾ. 7 വയസ്സ് മുതൽ 11 വയസ്സ് വരെയാണ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. ഈ സമയത്താണ് അവരുടെ ഒരു ലോജിക്കൽ തോട്ട് ആദ്യമായിട്ട് കടന്നു വരുന്നത്. അതിനുള്ള ഒരു കപ്പാസിറ്റിയും എബിലിറ്റിയും ഡെവലപ്പ് ആവുന്നത് ഈ ഒരു കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിൽ വെച്ചിട്ടാണ്. 7 വയസ്സ് മുതലാണ് അവർക്കൊരു ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യാനൊക്കെ ഉള്ള ഒരു എബിലിറ്റി ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഇനി ഈ സമയത്ത് അവരുടെ ഒരു പ്രത്യേകത, അവരവരുടെ ചുറ്റുപാടുകളിൽ കാണുന്ന റിയൽ ഈവന്റുകൾ അല്ലെങ്കിൽ ആക്ച്വൽ ഒബ്ജക്റ്റുകൾ, അവരുടെ ചുറ്റും കാണുന്ന കോൺക്രീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന്, കോൺക്രീറ്റ് ആണ് എന്ന് പറഞ്ഞാൽ അവർക്ക് തൊട്ട് നോക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ അവർക്ക് അനുഭവിക്കാൻ കഴിയുന്ന ചില സിറ്റുവേഷനുകൾ, അല്ലെങ്കിൽ അവർക്ക് തൊട്ട് നോക്കി മനസ്സിലാക്കാൻ പറ്റുന്ന ചില ഒബ്ജക്റ്റുകൾ, ഈ കോൺക്രീറ്റ് ആയിട്ട് ഇത്തരത്തിലുള്ള കോൺക്രീറ്റ് ആയിട്ടുള്ള അനുഭവങ്ങളിലൂടെയാണ് അവർ കാര്യങ്ങളെ മനസ്സിലാക്കുന്നതും പഠിക്കുന്നതും. അപ്പൊ അവരുടെ ഒരു തോട്ട് പ്രോസസ്സ് ഇത്തരത്തിലുള്ള റിയൽ ഇവന്റുകൾ അല്ലെങ്കിൽ റിയൽ ഒബ്ജക്റ്റുകൾ, അവരുടെ ചുറ്റുപാടുമുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഈ സമയത്ത് അവർക്ക് ഏറ്റവും അധികം പഠനത്തിൽ മനസ്സിലാക്കാനായിട്ടും അല്ലെങ്കിൽ അവരുടെ ഒരു കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റിൽ അവർക്ക് മനസ്സിലാക്കാനായി അവർക്ക് ഏറ്റവും അധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ളത് ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളാണ്. കോൺക്രീറ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസ്, കോൺക്രീറ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റുകളൊക്കെയാണ്. ഈ സമയത്ത് കുട്ടികൾക്ക് അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ്, അബ്സ്ട്രാക്ട് എന്ന് പറയുമ്പോൾ അവർക്ക് കാണാനോ അവർക്ക് അവരുടെ ചുറ്റുപാടുകളിൽ കാണാത്ത അല്ലെങ്കിൽ അവർ നേരിട്ട് ഇടപെടാത്ത ഒരു കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ടിട്ട് കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ഉള്ള കഴിവ് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിൽ കുറവായിരിക്കും. ഇതുകൊണ്ടാണ് ഇതിനെ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് വിളിക്കുന്നത്. കോൺക്രീറ്റ് ആയിരിക്കണം അവരുടെ ഒബ്ജക്റ്റുകൾ, അല്ലെങ്കിൽ അവര് ഇടപെടുന്ന സാഹചര്യങ്ങള്, അവര് മനസ്സിലാക്കുന്ന എക്സ്പീരിയൻസുകള്, അവര് കാണുന്ന ഒബ്ജക്റ്റുകള് അവർക്ക് കണ്ടും കേട്ടും പരിചയമുള്ള കാര്യങ്ങളായിരിക്കണം ഈ ഒരു സമയത്ത് അവരുടെ പഠനത്തില് തുടക്കം കുറിക്കേണ്ടത്, അല്ലെങ്കിൽ പഠനവുമായി ബന്ധപ്പെട്ട് അവർക്ക് ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ അതിൽ ഒന്നാമത് നമുക്ക് പറയാം ലോജിക്കൽ റീസണിങ്. ലോജിക്കൽ റീസണിങ് തുടങ്ങുന്നത് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിലാണ്. അവരൊരു കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് മനസ്സിലാക്കിക്കൊണ്ട് ചില കാര്യങ്ങളെ പറ്റി പഠിക്കാനായിട്ടും മനസ്സിലാക്കാനായിട്ടും അവർക്ക് സാധിക്കും. ഇതൊന്നുകില് ഇൻഡക്റ്റീവ് അപ്രോച്ച് ആവാം, അല്ലെങ്കിൽ ഡിഡക്റ്റീവ് അപ്രോച്ച് ആകാം. ഇൻഡക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രം സ്പെസിഫിക് ടു ജനറൽ. ഡിഡക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജനറൽ ടു സ്പെസിഫിക്. അതായത് കുറച്ച് സ്പെസിഫിക് കാര്യങ്ങളിൽ നിന്നും ഒരു ജനറൽ ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിളിലേക്ക് വളരാൻ പറ്റുക. ചില സ്പെസിഫിക് ആയിട്ടുള്ള എക്സാമ്പിളുകളിൽ നിന്നും ഒരു ജനറൽ തിയറിയിലേക്ക്, ഒരു ജനറൽ റൂളിനെ മനസ്സിലാക്കാനായിട്ട് ഉള്ളൊരു കഴിവ് ആ സമയത്ത് അവർക്ക് കിട്ടും. ഫോർ എക്സാമ്പിൾ, ഒരു ചെടി വളരുന്നതുമായി ബന്ധപ്പെട്ട് ഒരു എക്സ്പെരിമെന്റ് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. ജനലിനടുത്ത് വെച്ച് ഒരു ചെടിയെ വളർത്തുക, അതുപോലെ തന്നെ കവറിട്ട് മൂടി അല്ലെങ്കിൽ വെളിച്ചമില്ലാത്തൊരു സ്ഥലത്ത് വെച്ചിട്ടും ഒരു ചെടിയെ വളർത്തുക. അപ്പൊ ഇങ്ങനെ കുറച്ച് സ്പെസിഫിക് എക്സാമ്പിൾസ് അവർക്ക് കൊടുത്തിട്ട് അതിൽ നിന്നും നിങ്ങൾ എന്ത് കണ്ടെത്തി? അപ്പൊ അവരിൽ ഫൈനലി കുട്ടികൾ കണ്ടെത്തുന്നത് എന്താണ്? ചെടി വളരണമെങ്കിൽ പ്രകാശം അത്യാവശ്യമാണ്, പ്രകാശത്തിന്റെ ദിശയിലേക്കാണ് ചെടി വളരുക എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക്, ഒരു ജനറൽ കോൺസെപ്റ്റിലേക്ക് കുട്ടികൾ എത്തുന്നു. ചെടികൾക്ക് വളരണമെങ്കിൽ സൂര്യപ്രകാശം അത്യാവശ്യമാണ് എന്നുള്ളൊരു ജനറൽ കോൺസെപ്റ്റിലേക്ക് കുട്ടികൾക്ക് വളരാൻ സാധിക്കും.
ഇനി അതുമല്ലെങ്കിൽ ഡിഡക്റ്റീവ്, ജനറൽ ടു സ്പെസിഫിക്. ഒരു ജനറൽ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റിൽ നിന്നും സ്പെസിഫിക് ആയിട്ടുള്ള ചില കാര്യങ്ങളിലേക്ക് അവരെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ, എല്ലാ വസ്തുക്കളെയും ഭൂമി അതിന്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നു. ജനറൽ ആയിട്ടൊരു കാര്യം. സ്പെസിഫിക് ആയിട്ട് നോക്കുകയാണെങ്കിൽ ആപ്പിൾ മരത്തിൽ നിന്നും താഴെ വീഴുന്നു, ഓറഞ്ച് മരത്തിൽ നിന്നും താഴെ വീഴുന്നു. അപ്പൊ ഇതിൽ നിന്നെല്ലാനും ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഐഡിയയിൽ നിന്നും സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളിലേക്കും അവരുടെ ചിന്തയെ അവർക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇതാണ് ഇൻഡക്റ്റീവ് ആൻഡ് ഡിഡക്റ്റീവ് റീസണിങ്. അപ്പൊ ഈ റീസണിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ലോജിക്കൽ റീസണിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിലാണ്. അപ്പൊ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിലാണ് റീസണിങ് അവരിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു കോസും ഇഫക്റ്റും വെച്ചിട്ട് അതിനെ ബന്ധപ്പെടുത്താനും മനസ്സിലാക്കാനും അവർക്ക് സാധിക്കുന്നു. ഒരു ജനറലിൽ നിന്നും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളെ മനസ്സിലാക്കാനും സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളിൽ നിന്നും ജനറൽ ആയിട്ടൊരു പ്രിൻസിപ്പിളിലേക്കോ തിയറിയിലേക്കോ വരാനും കുട്ടികൾക്ക് സാധിക്കുന്നു. ഇനി മറ്റൊരു ഫീച്ചറാണ് ഫ്ലെക്സിബിലിറ്റി ഇൻ തിങ്കിങ്. അപ്പൊ ഇതുവരെ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് വരെ കുട്ടിക്ക് ഈഗോസെൻട്രിസം വളരെ കൂടുതലായിരുന്നു. പക്ഷെ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ആകുമ്പോഴേക്കും ഈഗോസെൻട്രിസം ഒക്കെ പതിയെ കുറഞ്ഞ് മറ്റുള്ളവരുടെ കാഴ്ചപ്പാടും മറ്റുള്ളവരുടെ ഒപ്പീനിയനും മറ്റുള്ളവരുടെ വ്യൂ പോയിന്റിനെയും ഒക്കെ സ്വീകരിക്കാനും സ്വാഗതം ചെയ്യാനും കുട്ടി പഠിക്കുന്നു. അപ്പൊ ഈഗോസെൻട്രിസം പതിയെ താണ് പോകുന്നു. അവരുടെ തിങ്കിങ് പ്രോസസ്സിൽ കുറച്ചും കൂടി ഫ്ലെക്സിബിലിറ്റി, മറ്റുള്ളവരുടെ പെർസ്പെക്റ്റീവിനെ കൂടി മനസ്സിലാക്കാനുള്ള ഒരു എബിലിറ്റി ഡെവലപ്പ് ചെയ്യുന്നു. അതാണ് ഫ്ലെക്സിബിലിറ്റി ഇൻ തിങ്കിങ്. ദെൻ മറ്റൊരു ഫീച്ചറാണ് അണ്ടർസ്റ്റാൻഡിങ് ദ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ. അതായത് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് ആകുമ്പോഴേക്കും അവർക്ക് കൺസർവേഷൻ എന്നുള്ളൊരു കോൺസെപ്റ്റ്, അതായത് പ്രീ ഓപ്പറേഷൻ സ്റ്റേജ് വരെ അവരിൽ കൺസർവേഷൻ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നില്ല. കൺസർവേഷൻ എന്നൊരു കോൺസെപ്റ്റ് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് ആകുമ്പോഴേക്കും ഡെവലപ്പ് ചെയ്യാണ്. എന്താണ് കൺസർവേഷൻ? അതായത് 5 നാണയങ്ങൾ, 5 കോയിൻസ്, 5 നാണയങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ 5 നാണയങ്ങൾ ചേർത്ത് വെച്ചിട്ടുണ്ട് ഒരു റോയില്. രണ്ടാമത്തെ റോയില് ഈ 5 നാണയങ്ങള് കുറച്ചും കൂടി സ്പ്രെഡ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്, കുറച്ച് അകത്തി വെച്ചിട്ടുണ്ട്. ഇനി കുട്ടിയോട് ചോദിക്കുകയാണ് ഏതിലാണ് കൂടുതൽ എന്ന് ചോദിക്കുകയാണ്. ഒന്നാമത്തെ റോയില് നാണയങ്ങൾ അടുത്തടുത്ത് വെച്ചിട്ടുണ്ട്, രണ്ടാമത്തെ റോയില് നാണയങ്ങൾ അകറ്റിയാണ് വെച്ചിട്ടുള്ളത്. എന്നിട്ട് കുട്ടിയോട് ചോദിക്കുകയാണ് ഇതില് ഏത് റോയിലാണ് ഏറ്റവും കൂടുതൽ നാണയങ്ങൾ ഉള്ളത്, അല്ലെങ്കിൽ ഏതാണ് ഏറ്റവും വലുത് എന്ന് ചോദിക്കുമ്പോൾ കൺസർവേഷൻ അറിയുന്ന കുട്ടിയാണെങ്കിൽ കുട്ടി പറയുന്നു 2 റോയിലും ഒരേ നമ്പർ ഓഫ് കോയിൻസ് ആണ് ഉള്ളത് എന്ന് പറയും. അതായത് രണ്ടിലും ഈക്വൽ നമ്പർ ഓഫ് കോയിൻസ് ആണ് ഉള്ളത്. അവ അടുത്ത് വെച്ചാലും അകറ്റി വെച്ചാലും 5 നാണയങ്ങൾ തന്നെയാണ്. ആദ്യത്തെ റോയിലും രണ്ടാമത്തെ റോയിലും 5 നാണയങ്ങൾ തന്നെയാണ് എന്ന് കുട്ടി പറയും. എന്നാൽ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജില് കുട്ടിക്ക് ഇതിനുള്ള കൺസർവേഷൻ ഉള്ള എബിലിറ്റി ഇത്രയും ക്ലിയർ ആയിട്ട് ഡെവലപ്പ് ആയിട്ടുണ്ടാവില്ല. അപ്പൊ പ്രീ ഓപ്പറേഷൻ സ്റ്റേജിലുള്ള കുട്ടിയാണെങ്കിൽ, അതായത് 2 വയസ്സ് മുതൽ 7 വയസ്സ് വരെയുള്ള സമയത്ത് അവരോട് ചോദിക്കുകയാണ്, ആ ഒരു സമയത്താണ് ചോദിക്കുന്നതെങ്കിൽ ഇതിലേതിലാണ് കൂടുതൽ എന്ന് ചോദിച്ചാൽ കുട്ടി പറയും അകറ്റി കോയിൻസ് വെച്ചിട്ടുള്ളതിലാണ് കൂടുതൽ എന്ന് പറയും. കാരണം കുട്ടിക്ക് അവിടെ കൺസർവേഷൻ എന്നുള്ളൊരു കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ടില്ല. അതുകൊണ്ടാണ് പ്രീ ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുമ്പോൾ 2 വയസ്സ് മുതൽ 7 വയസ്സ് വരെ. പ്രീ ഓപ്പറേഷൻ സ്റ്റേജില് കൺസർവേഷൻ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ക്ലിയർ അല്ല. പക്ഷെ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് ആകുമ്പോഴേക്കും കൺസർവേഷൻ എന്നുള്ള ഒരു കോൺസെപ്റ്റ് അവർക്ക് ക്ലിയർ ആകുന്നു. അവിടെ വസ്തുക്കൾ അകറ്റി വെച്ചാലും അടുപ്പിച്ചു വെച്ചാലും അതിന്റെ ക്വാണ്ടിറ്റി എങ്ങനെയാണ് എന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് അവർക്ക് സാധിക്കും. ഒരു നീളത്തിലുള്ള ഒരു ഗ്ലാസും ചെറിയ ഹൈറ്റ് കുറഞ്ഞൊരു ഗ്ലാസ്സിലും ഒരേ അളവ് വെള്ളം തന്നെയാണ് ഒഴിച്ചിട്ടുള്ളതെങ്കിലും ഒരു ഗ്ലാസിന്റെ വലിപ്പം കൂടിയിട്ടും മറ്റേ ഗ്ലാസിന്റെ വലിപ്പം കുറഞ്ഞിട്ടുമാണ് ഇരിക്കുന്നത്. അപ്പൊ കുട്ടികളോട് ചോദിക്കുകയാണ്, കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിലെ കുട്ടിയോട് ചോദിക്കുകയാണ് ഇതിൽ ഏതിലാണ് കൂടുതൽ എന്ന് ചോദിച്ചാല് കുട്ടിക്ക് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഏതിലാണ്, രണ്ടിലും ഒന്നുകിൽ ഈക്വൽ ആണോ, അല്ലെങ്കിൽ ഒരെണ്ണത്തിൽ കൂടുതലാണോ കുറവാണോ, രണ്ടും ഗ്ലാസിന്റെ സൈസ് അനുസരിച്ച് പറയാനായിട്ട് പറ്റും. എന്നാൽ പ്രീ ഓപ്പറേഷൻ സ്റ്റേജിലുള്ള കുട്ടിക്ക് അത് പറയാൻ സാധിക്കില്ല. കാരണം കൺസർവേഷൻ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ടില്ല.
അപ്പൊ കൺസർവേഷൻ എന്ന കോൺസെപ്റ്റ് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിലെ ഒരു പ്രത്യേകതയാണ്. ഇനി മറ്റൊരു പ്രത്യേകതകളാണ് ക്ലാസിഫിക്കേഷൻ ആൻഡ് സീരിയലൈസേഷൻ. ഒരു വസ്തുക്കളെ ക്ലാസിഫൈ ചെയ്യാനും അതിനെ പല രീതിയിൽ അടുക്കി വെക്കാനും അല്ലെങ്കിൽ അതിനെ ഒരുക്കി വെക്കാനും കുട്ടികൾക്കുള്ള കഴിവ് ഈ ഒരു സമയത്താണ് ഡെവലപ്പ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ വലുത് മുതൽ ചെറുത് വരെ, അസെൻഡിങ് ടു ഡിസെൻഡിങ്, അങ്ങനെ പല ഓർഡറുകൾ, പല സീരിയലുകളായിട്ട് അതിനെ ഒരുക്കുക അല്ലെങ്കിൽ അതിനെ മാറ്റുക എന്ന് പറഞ്ഞാലും, പല ഗ്രൂപ്പുകളായിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാലും കുട്ടിക്ക് ഈ ഒരു സമയത്ത് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിൽ കുട്ടിക്ക് അതിനുള്ള കഴിവ് കിട്ടുന്നു. ഇപ്പോൾ പല ഗ്രൂപ്പുകളായിട്ട് ഏതെങ്കിലും ഒരു പ്രത്യേകതയുടെ അടിസ്ഥാനത്തിൽ അതിനെ വസ്തുക്കളെ ക്ലാസിഫൈ ചെയ്യാനും പല രീതിയിൽ അതിനെ സീരിയലൈസ് ചെയ്യാനും, അതായത് അസെൻഡിങ് ഓർഡറിലോ വലുത് മുതൽ ചെറുത് വരെ, അല്ലെങ്കിൽ പല രീതിയിൽ അതിന്റെ ഓർഡറുകൾ മാറ്റി അതിനെ ഓർഡറാക്കി കൊണ്ടുവരാനും കുട്ടിക്ക് ഈ ഒരു സമയത്ത് അതിനുള്ള കഴിവ് കുട്ടികൾ നേടിയെടുക്കുന്നു. ഇതിനെയാണ് കോൺക്രീറ്റ് സീരിയലൈസേഷൻ എന്ന് പറയുക. ഇത് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിലെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. ഇനി സീരിയലൈസേഷന്റെ ഒരു എക്സാമ്പിൾ ആണെങ്കിൽ നമ്മൾക്ക് അവർക്ക് ചില നമ്പറുകൾ കൊടുത്തു, 2, 4, 6, 8, ഇനി അടുത്ത നമ്പർ എന്താണ്. അപ്പൊ ഇതുവരെയുള്ളതിന്റെ പരസ്പരം റിലേഷൻസ് മനസ്സിലാക്കി അടുത്തൊരു നമ്പർ പൂരിപ്പിക്കാൻ അവർക്ക് കഴിയുന്നു. ഇനി അല്ലെങ്കിൽ 3, 5, 7 തുടങ്ങിയ കുറച്ച് നമ്പറുകൾ കൊടുത്തിട്ടു, ഇനി അടുത്ത നമ്പർ ഏതാണ്. അപ്പൊ അവിടെയും പരസ്പരം അതിന്റെ റിലേഷൻ എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് അടുത്തൊരു ടേം കൊണ്ടുവരാനായിട്ടും അവർക്ക് സാധിക്കും. ഇതും അവർക്ക് ഉള്ളൊരു പ്രത്യേകതയാണ്. ഇനി മറ്റൊന്നാണ് ട്രാൻസിറ്റിവിറ്റി. ട്രാൻസിറ്റിവിറ്റിയും കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിലെ ഒരു പ്രത്യേകതയാണ്. ട്രാൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാല് രണ്ട് കാര്യങ്ങൾ തമ്മിൽ കണക്ട് ചെയ്യാനുള്ള രണ്ട് കോൺസെപ്റ്റുകൾ തമ്മിൽ അതിന്റെ റിലേഷൻ തമ്മിൽ മനസ്സിലാക്കാനുള്ള ഒരു എബിലിറ്റി എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, നീതു ഈസ് ടോളർ ദാൻ ദിവ്യ, ദിവ്യ ഈസ് ടോളർ ദാൻ ആശ, ദെൻ ഹൂ ഈസ് ദ ടോളസ്റ്റ്. അപ്പൊ ഇവിടെ രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്, നീതു ഈസ് ടോളർ ദാൻ ദിവ്യ, ദിവ്യ ഈസ് ടോളർ ദാൻ ആശ. അങ്ങനെയാണെങ്കിൽ ആരാണ് ഏറ്റവും ടോളസ്റ്റ്? അപ്പൊ ഇവിടെ കുട്ടിക്ക് പല കാര്യങ്ങളെയും റിലേറ്റ് ചെയ്യണം, പല എലമെന്റ്സിനെയും റിലേറ്റ് ചെയ്യണം, ഒരു സീരീസ് ആയിട്ട് അതിനെ കൺസിഡർ ചെയ്യണം, എന്നിട്ട് വേണം അതിന്റെ ഫൈനൽ ആൻസറിലേക്ക് കുട്ടി എത്താനായിട്ട്. ഈ എബിലിറ്റിനെയാണ് ട്രാൻസിറ്റിവിറ്റി എന്ന് നമ്മൾ പറയുക. അതായത് ഇതിന്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു കോൺസെപ്റ്റിന്റെ ഉള്ളിൽ തന്നെയുള്ള അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഉള്ളിൽ തന്നെയുള്ള പല റിലേഷൻസിനെ പറ്റിയിട്ട് മനസ്സിലാക്കാനും അതിനെ സീരീസ് ആയിട്ടും അതിന്റെ കൂടുതൽ ഇൻഡെപ്ത് ആയിട്ട് അതിനെ ഒന്ന് അറേഞ്ച് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു എബിലിറ്റി നേടുക. ഇതിനെയാണ് ട്രാൻസിറ്റിവിറ്റി എന്ന് പറയുക. ഒരു എലമെന്റ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള റിലേഷൻസിനെ മനസ്സിലാക്കാനായിട്ട് കഴിയുക. അതും അവരുടെ ഒരു കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിൽ കുട്ടികൾക്ക് സാധിക്കും. അതുവരെ പ്രീ ഓപ്പറേഷൻ സ്റ്റേജ് വരെ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ കുട്ടികൾക്ക് ഒരു പക്ഷേ അതിനുള്ള ആൻസറിലേക്ക് അവർ എത്തിക്കൊള്ളണമെന്നില്ല. പക്ഷെ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് ആകുമ്പോഴേക്കും ഇത്തരത്തിലുള്ള പല റിലേഷനിൽ നിന്നും ഒരു ആൻസറിലേക്ക് എത്താൻ പറയുമ്പോൾ അവർക്ക് ക്ലിയർ ആയിട്ട് എത്താനായിട്ട് സാധിക്കുന്നു. മറ്റൊരു കോൺസെപ്റ്റ് ആണ് റിവേഴ്സിബിലിറ്റി ഓഫ് തോട്ട്. റിവേഴ്സിബിലിറ്റി ഓഫ് തോട്ട്, അതായത് ഈ ഒരു സമയത്ത് കുട്ടികൾക്ക് ഒരു തോട്ടിനെ തിരിച്ചും അങ്ങനെ ഒരു കാര്യമുണ്ട് എന്നും കൂടി അവർക്ക് ചിന്തിക്കാൻ പറ്റും. അതായത് ഫോർ എക്സാമ്പിൾ, മൈ സിസ്റ്റർ ഹാസ് എ സിസ്റ്റർ ടു. എന്റെ സിസ്റ്റർക്ക് ആ സിസ്റ്ററിനും ഒരു സിസ്റ്റർ ഉണ്ട് എന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നു. ഒരു ആ തോട്ടിനെ തന്നെ അങ്ങോട്ട് തിരിച്ചും അതിനെ പറ്റിയിട്ട് ചിന്തിക്കാനായിട്ടുള്ള ഒരു എബിലിറ്റി കുട്ടികൾക്ക് ഉണ്ടാവും. ഇതിനെയാണ് നമ്മൾ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിലെ ഒരു പ്രത്യേകത. തോട്ട്സിനെ അതിനെ തിരിച്ചും അവർക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കുന്നു. അതാണ് റിവേഴ്സിബിലിറ്റി ഓഫ് തോട്ട്സ്. തോട്ട്സിനെ മുന്നോട്ടും തിരിച്ചും പുറകോട്ടും ഒക്കെ മാറ്റിയും മറിച്ചും അതിനെങ്ങനെ വരും എന്നൊക്കെ അവർക്ക് ചിന്തിക്കാനായിട്ട് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിലെ കുട്ടികൾക്ക് സാധിക്കുന്നു. എന്റെ ആ സിസ്റ്ററിനും ഒരു സിസ്റ്റർ ഉണ്ട്, ആ സിസ്റ്ററിന്റെ മറ്റേ സിസ്റ്ററാണ് ഞാൻ എന്ന് മനസ്സിലാക്കാനായിട്ട് ഈ റിവേഴ്സിബിലിറ്റി അവരെ ഹെൽപ്പ് ചെയ്യും.
ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിൽ പറയുന്നത്. ഒന്ന്, ലോജിക്കൽ റീസണിങ്, അവരുടെ റീസണിങ് ഡെവലപ്പ് ചെയ്യുന്നു, ഒരു കോസും ഇഫക്റ്റും ആയിട്ടുള്ള റിലേഷൻഷിപ്പ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. 2, തിങ്കിങ്ങിൽ ഫ്ലെക്സിബിലിറ്റി ഡെവലപ്പ് ചെയ്യുന്നു. 3, കൺസർവേഷൻ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്നു. ക്ലാസിഫൈ ചെയ്യാനും സീരിയലൈസ് ചെയ്യാനും ഉള്ള എബിലിറ്റി അവർ നേടിയെടുക്കുന്നു. ട്രാൻസിറ്റിവിറ്റി എന്നുള്ള ഒരു കോൺസെപ്റ്റ് അവർക്ക് ക്ലിയർ ആകുന്നു. തോട്ട്സിനെ റിവേഴ്സ് ചെയ്യാനും, റിവേഴ്സബിലിറ്റി ഓഫ് തോട്ട് എന്നുള്ളൊരു ഇന്റലക്ച്വൽ ഡെവലപ്മെന്റും കൂടി നടക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിൽ സംഭവിക്കുന്നത്. ഇനി 4ാമത്തെ സ്റ്റേജ് ആണ് ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ്. നമ്മൾ പറഞ്ഞു സെൻസറി മോട്ടോർ സ്റ്റേജ്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. എത്ര വയസ്സ് മുതൽ എത്ര വയസ്സ് വരെയാ? 2 വയസ്സ് മുതൽ 7 വയസ്സ് വരെ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. 3ാമത് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, 7 വയസ്സ് മുതൽ 11 വയസ്സ് വരെ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. 4ാമത്തെ സ്റ്റേജ് ആണ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് ആണ് നമ്മൾ പറയുന്ന അഡോളസെൻസിന്റെ സ്റ്റേജ്. 12 വയസ്സ് മുതൽ 15 വയസ്സ് വരെയാണ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ഈ സമയത്താണ് ഏറ്റവും അധികം അവരുടെ ഇന്റലക്ച്വൽ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് അതിന്റെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തുന്നതാണ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ഈ സമയത്ത് അവരുടെ റീസണിങ്ങും വളരെ സിസ്റ്റമാറ്റിക് ആവും, അവരുടെ തിങ്കിങ്ങും കുറച്ചും കൂടി കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് അവർക്ക് തിങ്ക് ചെയ്യാനുള്ള എബിലിറ്റി കിട്ടുന്നു. അബ്സ്ട്രാക്ട് കോൺസെപ്റ്റുകളെ പറ്റിയിട്ടും ഹൈപ്പോത്തറ്റിക്കൽ ഈവന്റുകളെ പറ്റിയിട്ടും ഒക്കെ സിസ്റ്റമാറ്റിക് ആയിട്ടും റാഷണൽ ആയിട്ടും അവർക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കുന്നു. അപ്പൊ അവരുടെ ചിന്തയുടെ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റിന്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ഒരു ലെവലാണ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. അപ്പൊ ഏറ്റവും സിസ്റ്റമാറ്റിക് ആയിട്ടും റീസണബിൾ ആയിട്ടും അവർക്ക് കാര്യങ്ങളെ കാണാനും മനസ്സിലാക്കാനും ചിന്തിക്കാനും ഒക്കെ സാധിക്കുന്ന ഏറ്റവും ഫൈനൽ ആയിട്ടുള്ള സ്റ്റേജ് ആയിട്ടാണ് ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജിനെ പറ്റിയിട്ട് പിയാഷെ കൊണ്ടുവന്നത്. അപ്പൊ അതിൽ വലിയ പ്രത്യേകതകളാണ്. ഒന്ന്, എബിലിറ്റി ടു ഡീൽ വിത്ത് അബ്സ്ട്രാക്ഷൻ, അബ്സ്ട്രാക്ട് കോൺസെപ്റ്റുകളെ പറ്റിയിട്ട് അവർക്ക് മനസ്സിലാകുന്നു. ഫോർ എക്സാമ്പിൾ, സോഷ്യലിസം എന്നുള്ളൊരു കോൺസെപ്റ്റ് അതൊരു അബ്സ്ട്രാക്ട് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. അതായത് അവർക്ക് തൊട്ടു നോക്കാനോ അവർക്ക് കണ്ടു മനസ്സിലാക്കാനോ അവരുടെ ചുറ്റുപാടുകളിൽ കാണാനോ കേൾക്കാനോ അവർക്ക് മനസ്സിലാക്കാനോ പറ്റാത്ത ഒരു അബ്സ്ട്രാക്ട് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണത്. അപ്പൊ ഈ ഒരു കോൺസെപ്റ്റിനെ മനസ്സിലാക്കാനും അതിനെ ഡീൽ ചെയ്യാനും അതിനെ പറ്റിയിട്ട് ചിന്തിക്കാനും ഒക്കെ അവർക്ക് സാധിക്കുന്നു. അതാണ് അബ്സ്ട്രാക്ട് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ. ഇപ്പൊ മാത്സിലാണെങ്കിൽ അബ്സ്ട്രാക്ട് ആയിട്ടുള്ള ചില റൂളുകള്, തിയറികള്, അപ്പൊ അതെല്ലാം പഠിക്കാനും കുട്ടികൾക്ക് ഈ ഒരു സ്റ്റേജിലാണ് അവർക്ക് അതിനുള്ള ഒരു എബിലിറ്റി ഡെവലപ്പ് ചെയ്യുക. അതെല്ലാ സബ്ജക്റ്റുകളിലും. അപ്പോൾ അബ്സ്ട്രാക്ട് കോൺസെപ്റ്റുകൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിലായിരിക്കും. ഇനി മറ്റൊന്നാണ് ഹൈപ്പോതെറ്റിക്കോ ഡിഡക്റ്റീവ് റീസണിങ്. ഹൈപ്പോതെറ്റിക്കോ ഡിഡക്റ്റീവ് റീസണിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രോബ്ലത്തെ ഫേസ് ചെയ്യുമ്പോൾ ഈ ഒരു സമയത്ത് കുട്ടികൾ ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം അതിന്റെ സൊല്യൂഷൻ ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഇതിന് സൊല്യൂഷൻ ആയിട്ട് സംഭവിക്കാം, എന്തൊക്കെ ഫാക്ടേഴ്സ് ഇതിനെ അഫക്റ്റ് ചെയ്യാം, എങ്ങനെയൊക്കെ ഈ പ്രോബ്ലത്തിനെ നമുക്ക് സോൾവ് ചെയ്യാം എന്നല്ല പല രീതിയിലും പല ഹൈപ്പോത്തസിസുകളും പല പ്രഡിക്ഷൻസുകളും ഇവർക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. ഇനി ഈ ഹൈപ്പോത്തസിസുകളെ എല്ലാം ഇനി അവർ സിസ്റ്റമാറ്റിക്കലി അതിനെല്ലാം അനലൈസ് ചെയ്തുകൊണ്ട് ഒരു ആൻസറിലേക്ക് അതിനെ ഡെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാനും സാധിക്കും. ഡിഡക്റ്റീവ് എന്ന് പറയുന്നത് ഡെഡ്യൂസ് ചെയ്യുക, ഒരു ആൻസറിലേക്ക് ഒരു ഫൈനൽ സൊല്യൂഷനിലേക്ക് അതിനെ കൊണ്ടുവരാനും അവർക്ക് സാധിക്കും. അപ്പൊ ഹൈപ്പോതെറ്റിക്കോ ഡിഡക്റ്റീവ് റീസണിങ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിന്റെ ഒരു പ്രത്യേകതയാണ്. പല ഹൈപ്പോത്തസിസുകളിൽ നിന്നും ഏറ്റവും ഉചിതമായത്, അവരുടെ ചുറ്റുപാടുകൾക്ക് ഏറ്റവും ഇണങ്ങിയത്, ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനിലേക്ക് അതിനെ ഡെഡ്യൂസ് ചെയ്ത് ആ ഒരു പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കൊണ്ടുവരാനായിട്ട് അവർക്ക് സാധിക്കും. അതാണ് ഹൈപ്പോതെറ്റിക്കോ ഡിഡക്റ്റീവ് റീസണിങ്. പല ഹൈപ്പോത്തസിസുകളിൽ നിന്നും അതിനെ ഡിഡക്ട് ചെയ്ത് ഒരു ഫൈനൽ സൊല്യൂഷനിലേക്ക് വന്നെത്തുന്നു. ഇത് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിന്റെ ഒരു വലിയ പ്രത്യേകതയാണ്, ഹൈപ്പോതെറ്റിക്കോ ഡിഡക്റ്റീവ് റീസണിങ്. ദെൻ സിസ്റ്റമാറ്റിക് അപ്രോച്ച് ടു സോൾവ് പ്രോബ്ലംസ്. ഏതൊരു പ്രോബ്ലത്തെയും ഒരു സിസ്റ്റമാറ്റിക്കലി അതിനെ അപ്രോച്ച് ചെയ്യാനായിട്ട് അതിന്റെ ആദ്യത്തെ സ്റ്റേജിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യുക,
അടുത്ത സ്റ്റേജ് ആകുമ്പോഴേക്കും അതിന്റെ ഒബ്ജക്റ്റീവ്സ് ഐഡന്റിഫൈ ചെയ്യുക, നെക്സ്റ്റ് സ്റ്റേജിൽ അതുമായി ബന്ധപ്പെട്ട ഡാറ്റ കളക്ട് ചെയ്യുക, അടുത്ത സ്റ്റേജിൽ ഡാറ്റ അനലൈസ് ചെയ്യുക, അടുത്ത സ്റ്റേജിൽ അതിന് ഫൈൻഡിങ്സ് കണ്ടുപിടിക്കുക. അങ്ങനെ അതിന്റെ പല സ്റ്റേജുകളായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു പ്രശ്നത്തെ സോൾവ് ചെയ്യാന്, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് അതിനെ മനസ്സിലാക്കാനും അതിനെ സോൾവ് ചെയ്യാനുമായിട്ട് ഈ സമയം ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജിലാണ് കുട്ടികൾക്ക് കൂടുതലും സാധിക്കുക. അപ്പൊ അവർക്ക് ഒരു സിറ്റുവേഷനെ പറ്റിയിട്ട് പല ഹൈപ്പോത്തസിസുകൾ കൊണ്ടുവരാനും പല ഓൾട്ടർനേറ്റീവ് സൊല്യൂഷനുകൾ അതിനെ പറ്റിയിട്ട് ചിന്തിക്കാനും മനസ്സിലാക്കാനും ഒക്കെ ഈ സമയത്ത് അവർക്ക് സാധിക്കും. അതും ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജിന്റെ ഒരു പ്രത്യേകതയാണ്. ഇനി അവർക്ക് നമ്മൾ നേരത്തെ പറഞ്ഞു അബ്സ്ട്രാക്ട് റൂളുകള് അവർക്ക് മനസ്സിലാക്കാനും ആ റൂളുകൾ ഉപയോഗിച്ചിട്ട് പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ ട്രാൻസ്ഫർ ഓഫ് നോളജിനെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് അവർക്ക് ഒരു കാര്യം ഒരു സിറ്റുവേഷനിൽ അവർ പഠിച്ച ഒരു കാര്യം മറ്റൊരു സിറ്റുവേഷനിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പോ മാത്തമാറ്റിക്സിൽ പഠിച്ച ഒരു തിയറത്തിന്റെ ഒരു ആപ്ലിക്കേഷൻ അവർക്ക് വേണമെങ്കിൽ ഫിസിക്സിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അല്ലെങ്കിൽ സോഷ്യൽ സയൻസിൽ പഠിച്ച ഒരു കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ട് ആ കോൺസെപ്റ്റിനെ മലയാളത്തിൽ ഒരു എസ്സേ എഴുതുമ്പോൾ അതിനെയും കൂടി ഉൾപ്പെടുത്താനായിട്ട് സാധിക്കുന്നു. അപ്പോൾ നോളജിന്റെ ഒരു ട്രാൻസ്ഫർ അവർക്ക് അവർക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ഒരു സിറ്റുവേഷനിൽ നിന്നും മറ്റൊരു സിറ്റുവേഷനിലേക്ക് അതിനെ പല രീതിയിൽ ബന്ധപ്പെടുത്താനും പല രീതിയിൽ അതിനെ കണക്ട് ചെയ്യാനും ട്രാൻസ്ഫർ ചെയ്യാനും സാധിക്കുന്നു. ഇതും ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജിന്റെ ഒരു പ്രത്യേകതയാണ്. 12 വയസ്സ് മുതൽ 15 വയസ്സ് വരെ. അപ്പൊ നമ്മൾ പ്രധാനമായിട്ടും 4 സ്റ്റേജുകളാണ് പിയാഷയുടെ പറഞ്ഞത്. സെൻസറി മോട്ടോർ സ്റ്റേജ്, പ്രീ ഓപ്പറേഷൻ സ്റ്റേജ്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, ദെൻ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ചാറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്തേ. യെസ്. അപ്പൊ നമുക്ക് ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കാം. എല്ലാവരും ചാറ്റിൽ ആൻസർ ടൈപ്പ് ചെയ്യണം. ഇതിന്റെ ചോദ്യങ്ങൾ പ്രധാനമായിട്ടും വരിക 4 സ്റ്റേജുകളും കൊടുക്കും, എന്നിട്ട് ഒരു സിറ്റുവേഷൻ കൊടുത്തിട്ട് ഈ സിറ്റുവേഷൻ ഏത് സ്റ്റേജുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് 4 സ്റ്റേജുമായിട്ട് ക്ലാരിറ്റി ഉണ്ടാവണം, എന്നിട്ട് അതിൽ നിന്നും ആൻസർ എഴുതാൻ പറ്റണം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, എ ചൈൽഡ് ബിഗിൻസ് ടു തിങ്ക് അബൌട്ട് ഹൈപ്പോതെറ്റിക്കൽ സിറ്റുവേഷൻസ് സച്ച് ആസ് വാട്ട് ഇഫ് ഗ്രാവിറ്റി സഡൻലി സ്റ്റോപ്ഡ് വർക്കിംഗ്. ദിസ് എബിലിറ്റി ഈസ് ക്യാരക്ടറിസ്റ്റിക് ഓഫ്. ഇത് ഏത് സ്റ്റേജിലെ പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്? എല്ലാവരും ടൈപ്പ് ചെയ്യുക. ഓക്കെ, കുറച്ച് പേരൊക്കെ ഓപ്ഷൻ എ പറഞ്ഞിട്ടുണ്ട്. ആൻസർ ഓപ്ഷൻ ബി ആണ്. ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജിന്റെ പ്രത്യേകതയാണ് ഹൈപ്പോതെറ്റിക്കോ ഡിഡക്റ്റീവ് റീസണിങ്. അതായത് ഹൈപ്പോതെറ്റിക്കൽ ആയിട്ട് ഒരു സിറ്റുവേഷനെ മനസ്സിലാക്കാനും അതിനെ ചിന്തിക്കാനും ഉള്ള എബിലിറ്റികൾ കുട്ടികൾക്ക് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിലാണ് ഡെവലപ്പ് ചെയ്യുക. അപ്പൊ അതായത് ഗ്രാവിറ്റി പെട്ടെന്ന് നിന്ന് പോയാൽ എന്ത് സംഭവിക്കും, അപ്പൊ അതിനെ കുറിച്ച് പല പല തലങ്ങളിൽ നിന്നുകൊണ്ട് ചിന്തിക്കാനും പല പല ആൻസറിലേക്ക് അവർക്ക് പോകാനും പറ്റണമെങ്കിൽ ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജിലാണ് അതിനുള്ളൊരു എബിലിറ്റി അവർ നേടിയെടുക്കുന്നത്. സോ
ആൻസർ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ചൈൽഡ് സ്റ്റാർട്ട്സ് യൂസിംഗ് മെന്റൽ സിംബൽസ് ടു റെപ്രസെന്റ് ഒബ്ജക്ട്സ് സച്ച് as pretending a stick is a microphone. This ability is characteristic of. ഒരു കുട്ടി മെന്റൽ സിംബൽസ് ഒബ്ജക്റ്റിൽ കാണുകയാണ്, അതായത് ഒരു മൈക്രോഫോണിനെ ഒരു സ്റ്റിക്ക് എടുത്തുകൊണ്ട് അത് മൈക്രോഫോൺ ആണ് എന്ന് റെപ്രസെന്റ് ചെയ്യാണ്, പ്രിറ്റൻഡ് ചെയ്യാണ്. ഇത് ഏത് സ്റ്റേജിലെ പ്രത്യേകതയാണ്? യെസ്, ആൻസർ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. കറക്റ്റ് ആണ്. പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് ആണ് റെപ്രസെന്റേഷണൽ തോട്ട്. നമ്മൾ പറഞ്ഞു റെപ്രസെന്റേഷണൽ തോട്ട് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലെ ഒരു പ്രത്യേകതയാണ്, സിംബോളിക് പ്ലേ. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം, എ ചൈൽഡ് സോൾവ്സ് എ ക്ലാസിഫിക്കേഷൻ ടാസ്ക് ബൈ ഗ്രൂപ്പിംഗ് ഒബ്ജക്ട്സ് ബേസ്ഡ് ഓൺ ബോത്ത് കളർ ആൻഡ് ഷേപ്പ്. കളറും ഷേപ്പും നോക്കിയിട്ട് ഒരു കുട്ടി ക്ലാസിഫിക്കേഷൻ ചെയ്യേണ്ട ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇത് ഏത് സ്റ്റേജുമായി ബന്ധപ്പെട്ടതാണ്? യെസ്, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അതായത് നമ്മൾ പറഞ്ഞു കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിലെ പ്രത്യേകതയാണ് ക്ലാസിഫിക്കേഷൻ, സീരിയലൈസേഷൻ. ഇതെല്ലാം അവര് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിലാണ് ഇത്തരത്തിലുള്ള ഓപ്പറേഷൻസ് ഒക്കെ അവർക്ക് ചെയ്യാനായിട്ട് സാധിക്കുക. ക്ലാസിഫൈ ചെയ്യാനും സീരിയലൈസ് ചെയ്യാനൊക്കെ ഉള്ള ഒരു എബിലിറ്റി കൂടുതലും ഡെവലപ്പ് ആവുന്നത് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിലാണ്. ഓക്കെ, അടുത്ത ചോദ്യം, എ ബേബി ലേൺസ് ദാറ്റ് ആൻ ഓബ്ജെക്ട് കണ്ടിന്യൂസ് ടു എക്സിസ്റ്റ് ഈവൻ വെൻ ഔട്ട് ഓഫ് സൈറ്റ്. ഇത് ഏത് സ്റ്റേജിലെ പ്രത്യേകതയാണ്? ഈ വാഷ് ഇട്ടിട്ട് പോയേ തോമസ് കുട്ടി? നീ ബാക്കി വെച്ചത്? എല്ലാരും ഓപ്ഷൻ ടൈപ്പ് ചെയ്യാ. അയ്യോ, നാളെ തുറക്കാം. ഇവിടെ നിന്ന് കുറ്റില്ല. ചെയ്യാമോ? ആരോ ഒരാൾ മൈക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. യെസ്, ആൻസർ ഓപ്ഷൻ എ ആണ്, സെൻസറി മോട്ടോർ സ്റ്റേജ്. സെൻസറി മോട്ടോർ സ്റ്റേജിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് നമ്മൾ പറഞ്ഞു ഒബ്ജക്റ്റ് പെർമനൻസ്. ഒബ്ജക്റ്റ് പെർമനൻസ് ഏത് സ്റ്റേജിലെ പ്രത്യേകതയാണ്? സെൻസറി മോട്ടോർ സ്റ്റേജിലെ പ്രത്യേകതയാണ്. അതായത് ഏകദേശം 8 മാസം ആവുമ്പോഴേക്കും കുട്ടികൾ മനസ്സിലാക്കുകയാണ് ഒബ്ജക്റ്റ് കണ്ടിന്യൂസ് ടു എക്സിസ്റ്റ്. അതായത് ഈ ഒബ്ജക്റ്റിന് നിലനിൽപ്പുണ്ട്, എന്റെ കൺമുന്നിൽ നിന്ന് മാറിയാലും ഈ ഒബ്ജക്റ്റ് സ്ഥിരമായി നിലനിൽക്കുന്നു എന്നുള്ളൊരു കോൺസെപ്റ്റ് കുട്ടി മനസ്സിലാക്കുന്നു. ഇത് സെൻസറി മോട്ടോർ സ്റ്റേജിലെ പ്രത്യേകതയാണ്. അടുത്ത ചോദ്യം, a teenager analyzes a complex problem by forming multiple hypotheses and testing them one by one.
ഇത് ഏത് സ്റ്റേജുമായി ബന്ധപ്പെട്ടതാണ്? യെസ്, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് ആണ്. ഇതിൽ ആദ്യം തന്നെ ടീനേജർ എന്ന് തന്നെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു 12 വയസ്സ് മുതൽ 15 വയസ്സ് വരെ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് ആണ്, ലാസ്റ്റ് സ്റ്റേജ് ആണ്. കോംപ്ലക്സ് പ്രോബ്ലത്തെ അതിനെ മൾട്ടിപ്പിൾ ഹൈപ്പോത്തസിസ് ഫോം ചെയ്ത് അതിനെ ഓരോ ഹൈപ്പോത്തസിസും ടെസ്റ്റ് ചെയ്ത് ഒന്നിനെ ശേഷം ഒന്ന് ടെസ്റ്റ് ചെയ്യുന്ന എബിലിറ്റി എല്ലാം അവർക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് അതിനെ ചിന്തിക്കാനുള്ള എബിലിറ്റി അവരിൽ ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജിലാണ് എന്ന് നമ്മൾ പറഞ്ഞു. സോ ടീനേജർ ആണ് എന്നും കൂടി ഇതിൽ ചോദിച്ചിട്ടുണ്ട്. സോ ആൻസർ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. കോംപ്ലക്സ് പ്രോബ്ലത്തെ അതിന്റെ മൾട്ടിപ്പിൾ ഹൈപ്പോത്തിസിസ് ആയിട്ടും അതിനെ ടെസ്റ്റ് ചെയ്യാനും ഓരോ ഹൈപ്പോത്തിസിസ് എടുത്ത് ടെസ്റ്റ് ചെയ്യാനും മനസ്സിലാക്കാനും അനലൈസ് ചെയ്യാനും ഒക്കെയുള്ള എബിലിറ്റി ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് ഫൈനൽ സ്റ്റേജിലാണ് അവരത് നേടുക. ഫൈനൽ സ്റ്റേജ് എന്ന് ഓർത്താൽ മതി. അടുത്ത ചോദ്യം, a child fails to understand that the amount of clay remains the same even when it is reshaped. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു വായിക്കുക. എ ചൈൽഡ് ഫെയിൽസ് ടു അണ്ടർസ്റ്റാൻഡ്, മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ല എന്നാണ് പറയുന്നത്. എമൗണ്ട് ഓഫ് ക്ലേ റിമൈൻസ് ദ സെയിം ഈവൻ വെൻ ഇറ്റ് ഈസ് റീഷേപ്ഡ്. ദിസ് ലിമിറ്റേഷൻ ഈസ് ക്യാരക്ടറിസ്റ്റിക് ഓഫ്. ഇത് ഏത് സ്റ്റേജിലെ പ്രത്യേകതയാണ്? ഈ ലിമിറ്റേഷൻ ഏത് സ്റ്റേജിലെ പ്രത്യേകതയാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. യെസ്, ആൻസർ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് ആണ്. പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് ആണ്. എന്തുകൊണ്ടാണ്? ഇവിടെ ചോദ്യം ദ ചൈൽഡ് ഫെയിൽസ് ടു അണ്ടർസ്റ്റാൻഡ്, കുട്ടിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. ഒരേ എമൗണ്ട് ക്ലേ പല രീതിയിൽ ഷേപ്പ് ചെയ്താലും ഈ ക്ലേയുടെ അളവിൽ മാറ്റമൊന്നും വരുന്നില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് കുട്ടിക്ക് കിട്ടുന്നില്ല. അത് ഏത് സ്റ്റേജിലെ പ്രത്യേകതയാണ്? പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലെ പ്രത്യേകതയാണ്. ഇനി ചോദ്യം ഇങ്ങനെയാണെങ്കിലോ, എ ചൈൽഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദ എമൗണ്ട് ഓഫ് ക്ലേ റിമൈൻസ് ദ സെയിം ഈവൻ വെൻ ഇറ്റ് ഈസ് റീഷേപ്ഡ്. ഈ ക്ലേയുടെ അളവ് എങ്ങനെയൊക്കെ റീഷേപ്പ് ചെയ്താലും ഇതിന്റെ അളവ് സെയിം തന്നെയാണ് എന്ന് ഏത് സ്റ്റേജിലാണ് മനസ്സിലാക്കാൻ സാധിക്കുക? അങ്ങനെയാണ് ചോദ്യമെങ്കിൽ അതിന്റെ ആൻസർ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ആണ്. ഇനി ഇവിടെ കുട്ടിക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാല് അതിന്റെ ആൻസർ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് ആണ്. കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിന് മുന്നാണ്. അപ്പോൾ കൺസർവേഷനുള്ള എബിലിറ്റിയും കുട്ടികൾ നേടിയെടുക്കുന്നത് നമ്മൾ പറഞ്ഞു, കൺസർവേഷൻ പ്രിൻസിപ്പിൾ അവർ മനസ്സിലാക്കി എടുക്കുന്നത് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിലാണ്. അതിന്റെ ലിമിറ്റേഷൻ ഉള്ള സ്റ്റേജ് ആണ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. ഓക്കെ, ഒരു ചോദ്യം കൂടെ. എ ചൈൽഡ് ബിഗിൻസ് സോൾവിംഗ് ലോജിക് പ്രോബ്ലംസ് but only when the information is concrete and directly observable. ലോജിക്കൽ പ്രോബ്ലം ആണ് കുട്ടി സോൾവ് ചെയ്യുന്നത്, പക്ഷേ ഇൻഫർമേഷൻ കുട്ടിക്ക് കോൺക്രീറ്റ് ആയിട്ടും ഡയറക്ട്ലി ഒബ്സർവബിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് കൊടുക്കുമ്പോൾ ലോജിക്കലി തിങ്ക് ചെയ്യാനുള്ള എബിലിറ്റി കുട്ടിക്ക് ലഭിക്കുന്നു. ഇത് ഏത് സ്റ്റേജിലെ പ്രത്യേകതയാണ്?
യെസ്, കറക്റ്റ് ആണ്. കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് ആണ്. കാരണം ഇതിൽ ചോദ്യത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, ലോജിക്കൽ പ്രോബ്ലംസ്, ലോജിക്കൽ തിങ്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് ആണ്. പക്ഷേ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിൽ ഡയറക്റ്റ് ഒബ്സർവബിൾ ആയിരിക്കണം. ഇൻഫർമേഷൻസ് കോൺക്രീറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആയിരിക്കും ഈ സമയത്ത് ലോജിക്കലി അവർക്ക് തിങ്ക് ചെയ്യാനും സോൾവ് ചെയ്യാനായിട്ട് സഹായിക്കുക. ഓക്കെ. A child insists that a taller glass has more juice even when both glass contain the same amount. This belief is characteristic of. വലിയ നീളം കൂടിയ ഗ്ലാസ്സിലാണ് കൂടുതൽ ജ്യൂസ്, അത് തന്നെ വേണം എന്ന് പറഞ്ഞ് രണ്ട് ഗ്ലാസ്സിലും ഒരേ എമൗണ്ട് ജ്യൂസ് ആണെങ്കിലും നീളം കൂടിയതിലാണ് കൂടുതൽ ജ്യൂസ് എന്ന് കുട്ടി നിർബന്ധിക്കുന്നു അല്ലെങ്കിൽ വാശി പിടിക്കുന്നു. ഇത് ഏത് സമയത്തെ ഏത് സ്റ്റേജിലെ ഫീച്ചറാണ്? യെസ്, ആൻസർ സി ആണ്. പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. ഓപ്പറേഷൻസ് കുട്ടിക്ക് ക്ലിയർ ആയിട്ടില്ല, അല്ലെങ്കിൽ കൺസർവേഷൻ എന്നുള്ളൊരു കോൺസെപ്റ്റ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിലാണ് ലഭിക്കുക. അത് കിട്ടാത്ത അതിന് മുന്നുള്ള സ്റ്റേജ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലാണ് കൺസർവേഷൻ എന്നുള്ളൊരു കോൺസെപ്റ്റ് അവിടെ ക്ലിയർ ആയിട്ടില്ല കുട്ടിക്ക്. അതാണ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലെ പ്രത്യേകതയാണത്. Yes, a teenager can discuss abstract ideas like justice, freedom, or the future. This ability is characteristic of. Abstract ideas ആയിട്ടുള്ള ജസ്റ്റിസ്, ഫ്രീഡം എന്നുള്ള ഒരു കോൺസെപ്റ്റിനെ പറ്റിയിട്ടെല്ലാം ഡിസ്കസ് ചെയ്യാനായിട്ട് ഒരു ടീനേജർ ഡിസ്കസ് ചെയ്യുന്നു. ഇത് ഏത് സ്റ്റേജിലെ പ്രത്യേകതയാണ്? യെസ്, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജിലാണ് അബ്സ്ട്രാക്ട് കോൺസെപ്റ്റുകൾ മനസ്സിലാക്കാനും എക്സ്പ്ലെയിൻ ചെയ്യാനും പറ്റുക. ജസ്റ്റിസ്, ഫ്രീഡം തുടങ്ങിയ അബ്സ്ട്രാക്ട് കോൺസെപ്റ്റുകളെ പറ്റിയിട്ട് തിങ്ക് ചെയ്യാനും മനസ്സിലാക്കാനും ഡിസ്കസ് ചെയ്യാനൊക്കെ അവർക്ക് സാധിക്കുക, ഏറ്റവും നന്നായിട്ട് സാധിക്കുക ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ്, ഫൈനൽ സ്റ്റേജിലാണ്. ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജിന്റെ സമയമാണ് 12 വയസ്സ് മുതൽ 15 വയസ്സ് വരെ. ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ നമ്മൾ ഇന്ന് കണ്ടത് പിയാഷയുടെ കോൺസെപ്റ്റുകളാണ്. ഇന്റലക്ച്വൽ ഡെവലപ്മെന്റൽ തിയറി എന്തൊക്കെയാണ്, കോഗ്നിറ്റീവ് സ്ട്രക്ചർ എന്താണ്, സ്കീമ എന്താണ്, കോഗ്നിറ്റീവ് ഫങ്ഷനിങ്, അസിമിലേഷൻ എന്താണ്, അക്കോമഡേഷൻ എന്താണ്, ഈക്വിലിബ്രേഷൻ എന്താണ് തുടങ്ങിയ കോഗ്നിറ്റീവ് ഫങ്ഷൻസ് പഠിച്ചു. പിന്നെ 4 സ്റ്റേജസ് പഠിച്ചു. സെൻസറി മോട്ടോർ സ്റ്റേജ്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ആൻഡ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. അങ്ങനെ 4 സ്റ്റേജുകളെയും പറ്റി നമ്മൾ പഠിച്ചു. ഇനി ഓരോ തിയറികൾ ഓരോ ക്ലാസ്സിലും മുന്നോട്ടേക്ക് പോകാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ക്ലാസ്സുകൾ ക്ലിയർ ആണോ? യെസ്, നോട്ട് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഗുഡ് നൈറ്റ്, താങ്ക് യു.